എല്ലാവർക്കും നമസ്കാരം. ശരത് സാറാണ്. GYMAT 101 ഫസ്റ്റ് സെമസ്റ്റർ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് നമ്മുടെ തേർഡ് മൊഡ്യൂൾ ലാപ്ലേസ് ട്രാൻസ്ഫോം ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. മാത്തമാറ്റിക്സ് ഫോർ ഇലക്ട്രിക്കൽ ആൻഡ് ഫിസിക്കൽ സയൻസിലെ കുട്ടികൾ പഠിക്കുന്ന മാത്തമാറ്റിക്സിന്റെ മൂന്നാമത്തെ മൊഡ്യൂളായിട്ടുള്ള ലാപ്ലേസ് ട്രാൻസ്ഫോം, അതിൽ നമ്മൾ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം ഡിസ്കസ് ചെയ്തു. യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോമും അതിന്റെ ആപ്ലിക്കേഷൻസും ഒക്കെ എങ്ങനെയാണ് സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറമായിട്ട് റിലേറ്റ് ചെയ്ത് ചോദ്യങ്ങൾ വരുന്നത് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിനുശേഷം ഇന്റഗ്രൽസിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോമും ഡെറിവേറ്റീവ്സിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോമും നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുമായി ബന്ധപ്പെട്ട പ്രാധാന്യാർഹിതമായ ചോദ്യങ്ങളിലൂടെ നമ്മൾ കടന്നുപോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഇനിയിപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് സിലബസിൽ അടുത്ത് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഫംഗ്ഷനെ കുറിച്ചിട്ടാണ്. അപ്പം രണ്ട് ഫംഗ്ഷൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളതെന്ന് ഞാൻ പറഞ്ഞു. ഒന്ന് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ, രണ്ടാമത്തെ ഫംഗ്ഷനാണ് ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ. നോക്കണേ, ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ എന്താണ്? ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ എന്ന് പറയുന്നത് അതിന്റെ ഡെഫിനിഷൻ പറയുന്നതിന് മുൻപായിട്ട് തന്നെ ആ ഫംഗ്ഷൻ എന്താണെന്നൊന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതായിരിക്കും. അതായത് നമുക്കൊരു ഡൊമൈൻ എക്സ് വാല്യൂസ് ആണ് നമ്മുടെ ഡൊമൈൻ എന്ന് പറയുന്നത്. അതിന് കറസ്പോണ്ടിങ്ങിൽ കിട്ടുന്ന വൈ വാല്യൂസ് ആണ് നമ്മുടെ റേഞ്ച്. അപ്പം ശ്രദ്ധിക്കുക, ഏതെങ്കിലും ഒരു പോയിന്റിൽ എക്സ് ഇസ് ഈക്വൽ ടു എ എന്നുള്ള ഏതെങ്കിലും ഒരു പോയിന്റിൽ ആ ഫംഗ്ഷൻ അങ്ങോട്ട് എവിടേക്ക് പോകും? അങ്ങ് ഇൻഫിനിറ്റിയിലേക്ക് പോകും. ഏതെങ്കിലും ഒരു പോയിന്റിൽ ഇൻഫിനിറ്റിയിലേക്ക് പോകും. ഓക്കെ, ഡിറാക് ഡെൽറ്റ ഫംഗ്ഷനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് യൂണിറ്റ് ഇമ്പൾസ് ഫംഗ്ഷൻ. യൂണിറ്റ് ഇമ്പൾസ് ഫംഗ്ഷൻ, ഈ ഒരു പേരും കൂടെ ഒന്ന് ഓർത്ത് വെച്ചോളൂ കേട്ടോ. ഡിറാക് ഡെൽറ്റ ഫംഗ്ഷനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് യൂണിറ്റ് ഇമ്പൾസ് ഫംഗ്ഷൻ. ഓക്കെ, അപ്പൊ ഏതെങ്കിലും ഒരു പോയിന്റിൽ എക്സ് ഇസ് ഈക്വൽ ടു എ എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു പോയിന്റിൽ ആ ഫംഗ്ഷന്റെ വാല്യൂ അങ്ങ് അനന്തതയിലേക്ക്, ഇൻഫിനിറ്റിയിലേക്ക് പോകും. അതിനുശേഷം, അതായത് എക്സിന്റെ വാല്യൂ അല്ലാത്തപ്പോഴൊക്കെ 0 ആണ് വാല്യൂ. എക്സ് എ അല്ലാണ്ട് എക്സ് നോട്ട് ഈക്വൽ ടു എ, എക്സ് നോട്ട് ഈക്വൽ ടു എ എന്ന് പറയുന്ന കേസിൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ വാല്യൂ 0 ആണ്. 0 ഇഫ് എക്സ് നോട്ട് ഈക്വൽ ടു എ ആണ്. പക്ഷെ എക്സ് ഇസ് ഈക്വൽ ടു എ ആവുന്ന പോയിന്റിൽ മാത്രം ആ ഫംഗ്ഷന്റെ വാല്യൂ എവിടേക്ക് പോകും? ഇൻഫിനിറ്റിയിലേക്ക് പോകും. ഇങ്ങനെയുള്ള ഫംഗ്ഷൻസിനെയാണ് നമ്മൾ ഏത് പേരിട്ട് വിളിക്കുക? ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ എന്നുള്ള പേരിട്ട് വിളിക്കുക. ഓക്കെ, പക്ഷെ നമുക്ക് ഡെഫിനിഷൻ പറയുന്ന സമയത്ത് എന്താണ്, ഇൻഫിനിറ്റി വരുന്നതുകൊണ്ട് തന്നെ നമുക്കൊരു ലിമിറ്റിംഗ് കേസ് ആയിട്ട് വേണം അതിന്റെ ഡെഫിനിഷൻ പറയാൻ. സോ അപ്പോൾ നമുക്ക് അതിന്റെ ഡെഫിനിഷൻ ഒന്ന് എഴുതി വെക്കാം. സോ ഇതാണ് നമ്മുടെ ഡെഫിനിഷൻ. ഈ ഡെഫിനിഷനാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഡെൽ ഓഫ് ടി മൈനസ് എ ഇസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 1/h ഫോർ എ ലെസ് ദാൻ ടി ലെസ് ദാൻ എ പ്ലസ് എച്ച് ആൻഡ് 0 അതർവൈസ് എന്നുള്ളതാണ് നമ്മുടെ ഡെഫിനിഷൻ. ഓക്കെ, ദിസ് ഈസ് യൂണിറ്റ് ഇമ്പൾസ് ഫംഗ്ഷൻ അഥവാ യൂണിറ്റ് എന്താണ് ഡിറാക് ഡെൽറ്റ ഫംഗ്ഷനെ ഡിനോട്ട് ചെയ്യുന്നത് ഡെൽ ഓഫ് ടി മൈനസ് എ എന്നാണ്. ഡെൽ ഓഫ് ടി മൈനസ് എ ഇസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 1/h ഫോർ എ ലെസ് ദാൻ ടി ലെസ് ദാൻ എ പ്ലസ് എച്ച് ആൻഡ് 0 ഫോർ അതർവൈസ്. ഓക്കെ, സോ പിന്നെ ഈ യൂണിറ്റ് ഇമ്പൾസ് ഫംഗ്ഷന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനെ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ യൂണിറ്റി അഥവാ 1 ആയിരിക്കും. ഓക്കെ, മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി യൂണിറ്റ് ഇമ്പൾസ് ഫംഗ്ഷൻ ഡെൽ ഓഫ് ടി മൈനസ് എ ഡി ടി എന്ന് പറയുന്ന 1 ആയിരിക്കും. കാരണം ഏരിയ അണ്ടർ ദ കർവ് 1 ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി, ഈ കേസിൽ ഡെൽ ഓഫ് ടി മൈനസ് എ ഇന്റഗ്രേറ്റ് ചെയ്താൽ ഡെൽ ഓഫ് ടി മൈനസ് എ ഡി ടി ഇതെടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? 1 ആയിരിക്കും. ഈ കണ്ടീഷനും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വയ്ക്കാം. ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഡെൽ ഓഫ് ടി മൈനസ് എ ഡി ടി ഇസ് ഈക്വൽ ടു 1. ഇതാണ് ഡിറാക് ഡെൽറ്റ ഫംഗ്ഷന്റെ ഡെഫിനിഷൻ. എന്താണ് ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എക്സ് ഇസ് ഈക്വൽ ടു എ ആവുന്ന ഒരു പോയിന്റിൽ മാത്രം ആ ഫംഗ്ഷൻ ഇൻഫിനിറ്റിയിലേക്ക് പോവുകയും അല്ലാത്ത പക്ഷം ആ ഫംഗ്ഷന്റെ വാല്യൂ 0 ആയിരിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള ഫംഗ്ഷൻസിനെയാണ് നമ്മൾ ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. അതിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് എന്താണ്? ഡെൽ ഓഫ് ടി മൈനസ് എ ഇസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 1/h ഫോർ എ ലെസ് ദാൻ ടി ലെസ് ദാൻ എ പ്ലസ് എച്ച് ആൻഡ് 0 ഫോർ അതർവൈസ്. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കുന്ന ലാപ്ലേസ് ട്രാൻസ്ഫോം കാണാതെ പഠിക്കുകയും ചെയ്യണം. ഒരു പ്രാവശ്യം 2019 സ്കീമാർക്ക് ഡിറാക് ഡെൽറ്റ ഫംഗ്ഷന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ഡിറൈവ് ചെയ്യാനായിട്ട് 7 മാർക്കിന്റെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്കത് ചോദിച്ചാലും ഔട്ട് ഓഫ് സിലബസ് ആണ് നമുക്ക് പറയാൻ പറ്റില്ല. ഡിറാക് ഡെൽറ്റ ഫംഗ്ഷന്റെ ഡെറിവേഷൻ, ലാപ്ലേസ് ട്രാൻസ്ഫോമിന്റെ ഡെറിവേഷൻ ഒന്ന് പഠിച്ചു വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് ആ
എങ്ങനെയാണ് ഡിറാക് ഡെൽറ്റ ഫംഗ്ഷന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. അതിനുശേഷം നമുക്ക് അതിന്റെ പ്രോബ്ലംസ് നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഡിറൈവ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ. ഡിറാക് ഡെൽറ്റ ഫംഗ്ഷന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ഡിറൈവ് ചെയ്യാനാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, നോക്കാം, ശ്രദ്ധിച്ചിരിക്കണേ. അപ്പൊ ആദ്യമേ തന്നെ ഡിറാക് ഡെൽറ്റ ഫംഗ്ഷന്റെ ഡെഫിനിഷൻ നമ്മൾ എഴുതി വെക്കണം. എന്താണ് ഡിറാക് ഡെൽറ്റ ഫംഗ്ഷന്റെ ഡെഫിനിഷൻ? del of t minus a is equal to limit h tends to 0 1 by h for a less than t less than a plus h and 0 otherwise. ഇതാണ് എന്തെന്ന് പറയുന്നത് ഡിറാക് ഡെൽറ്റ ഫംഗ്ഷന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അറിയുന്ന കാര്യമാണല്ലോ, നമ്മൾ പഠിച്ച കാര്യമാണ്. ഓക്കെ, സോ എ മുതൽ എ പ്ലസ് എച്ച് വരെയാണ് നമുക്ക് വാല്യൂ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ശരിയാണല്ലോ, അല്ലാത്ത സമയത്ത് നമ്മുടെ വാല്യൂ ഇല്ല. അപ്പോൾ തീർച്ചയായിട്ടും 0 to ഇൻഫിനിറ്റിയിലുള്ള ഒരു വാല്യൂ പഠിച്ചു വെക്കുന്ന പോലെ നമുക്കിത് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡയറക്ട്ലി നമുക്ക് ആൻസർ എഴുതാൻ പറ്റില്ല. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഫോർമുല ഉപയോഗിക്കണം, അല്ലേ? ഒരു പെർട്ടിക്കുലർ ലിമിറ്റിലാണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നതെങ്കിൽ ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി e റൈസ് ടു മൈനസ് എസ് ടി എഫ് ഓഫ് ടി ഡി ടി എന്നുള്ള നമ്മൾ ആദ്യം പഠിച്ച ഇക്വേഷൻ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഉപയോഗിക്കണം. So Laplace transform of del of t minus a is equal to എന്താണ്? Integral 0 to infinity e raised to minus st del of t minus a dt. ഇതാണ് നമ്മുടെ ഫോർമുല. is equal to integral 0 to infinity എന്നുള്ളത് ഈ കാണുന്ന ലിമിറ്റ് a മുതൽ a plus h വരെ മതി. e raised to minus st into ആ എ മുതൽ എ പ്ലസ് എച്ച് വരെയുള്ള വാല്യൂ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 1 by h ആണ്. അത്രയും എന്താണ്? ഡി ടി. ഓക്കെ, നമ്മൾ ടൈം വെച്ചിട്ടാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. ടൈം വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 1 by h കോൺസ്റ്റന്റ് ആണ്. അതിങ്ങോട്ട് ഔട്ട്സൈഡ് എടുക്കാം. ബാക്കി വരിക ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 1 by h ഇങ്ങോട്ട് പുറത്തു വന്നാൽ ബാക്കി ഇന്റഗ്രൽ എ ടു എ പ്ലസ് എച്ച് ഇ റൈസ് ടു മൈനസ് എസ് ടി ഡി ടി എന്ന് വരും. ഓക്കെ ആണേ, അത് ഇന്റഗ്രേറ്റ് ചെയ്തോളൂ. എന്താണ് വരിക? സോ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 ഇ റൈസ് ടു മൈനസ് എസ് ടി ഇന്റഗ്രേറ്റ് ചെയ്താൽ ഇ റൈസ് ടു മൈനസ് എസ് ടി ഡിവൈഡഡ് ബൈ മൈനസ് എസ്, അല്ലെ? ടിയുടെ കോയിഫിഷ്യന്റ് ആയിട്ടുള്ള മൈനസ് എസ് കൊണ്ട് ഹരിക്കണം. നമ്മൾ ഇതൊക്കെ നേരത്തെ കുറെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുള്ളതാണ് നമ്മൾ ഓവർ ദ ലിമിറ്റ് എ മുതൽ എ പ്ലസ് എച്ച് വരെ. സോ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 അപ്പർ ലിമിറ്റ് കൊടുക്കാം. 1 by h ഉണ്ട് കേട്ടോ മക്കളെ, മറന്നു വരുത്. 1 by h അവിടെ ഉണ്ട്. ഓക്കെ, ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 1 by h ഇൻറ്റു ഇനി രണ്ട് ലിമിറ്റ് കൊടുത്തോളൂ. അപ്പർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ടിയുടെ പ്ലേസിലോട്ട് എ പ്ലസ് എച്ച് ഇ റൈസ് ടു മൈനസ് എസ് ഇൻറ്റു എ പ്ലസ് എച്ച് ബൈ മൈനസ് എസ്. ലോവർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ടിയുടെ പ്ലേസിലോട്ട് എ കൊടുക്കണം. അപ്പോൾ ഇ റൈസ് ടു മൈനസ് എ എസ് ഡിവൈഡഡ് ബൈ മൈനസ് എസ്. ഓക്കെ, ക്ലിയർ? ഇപ്പം ഇതേണ്ട ഈ രണ്ട് മൈനസുകൾ ചേർന്നുകൊണ്ട് പ്ലസ് ആവും. അപ്പോൾ പ്ലസ് ആയിട്ടുള്ള ടേം ഞാൻ ആദ്യം എഴുതാണ്. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 പോസിറ്റീവ് ആയിട്ടുള്ള ടേം ആദ്യം എഴുതാണേ. ഇ റൈസ് ടു ഇത് പ്ലസ് ആവും, ഈ രണ്ട് മൈനസ് ചേർന്ന് പ്ലസ് ആവും. ഇ റൈസ് ടു മൈനസ് എ എസ് ബൈ എസ് അത് പോസിറ്റീവ് ടേം ആണ്, അത് ആദ്യം എഴുതുക. ബാക്കി ഇവിടെ മൈനസ് ഉണ്ട്, അപ്പോൾ ഇത് രണ്ടാമത്തെ ടേം നെഗറ്റീവ് ആണ്. മൈനസ് ഇ റൈസ് ടു ഇത് ഓപ്പൺ ചെയ്യണേ. ഇ റൈസ് ടു മൈനസ് എ എസ് മൈനസ് എസ് എച്ച്. ശരിയാണല്ലോ? മൈനസ് എ എസ് മൈനസ് എസ് എച്ച്. ഓക്കെ, ഡിവൈഡഡ് ബൈ എന്തുണ്ട്? എസ്. ക്ലിയർ ആണല്ലോ? ഇത് നമുക്ക് ഇവിടെ നമുക്ക് എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ എ റൈസ് ടു എം പ്ലസ് എൻ ഇത് നമുക്ക് അറിയുന്ന റിസൾട്ടാണ്. അപ്പോൾ ഈ ഫോർമാറ്റിലാണ് നിൽക്കുന്നത്. അതിങ്ങനെ നമുക്ക് സ്പ്ലിറ്റ് ആക്കി ഇടാം. ശരിയാണല്ലോ? 1 by h മറന്നു വരുത്. സോ എന്താണ് വരിക? ദിസ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 1 by h ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എ എസ് മൈനസ് ഇ റൈസ് ടു മൈനസ് എ എസ് ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എസ് എച്ച്, അല്ലെ? എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ എ റൈസ് ടു എം പ്ലസ് എൻ ആവും. ഹോൾ ബൈ എസ് എന്നിടാം. ഹോൾ ബൈ എസ്. അപ്പോൾ ഈ എച്ച് നമുക്ക് ഇവിടെ എച്ച് എസ് അല്ലെങ്കിൽ എസ് എച്ച് എന്ന് ആക്കിയേക്കാം, അല്ലെ? ഡിനോമിനേറ്റർ അത്രയും പണി കുറഞ്ഞല്ലോ. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഒരു 1 by h ഉണ്ടായിരുന്നു, അത് ഡിനോമിനേറ്ററിന്റെ കൂടെ കയറ്റി എസ് എച്ച് എന്ന് അങ്ങാക്കി ഇട്ടു. ഇവിടെ എന്താണ് സംഭവം? ഇവിടെ നമ്മൾ നേരിട്ട് ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എച്ചിന് 0 കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? എച്ചിന് 0 കൊടുത്താൽ ഇ റൈസ് ടു എസ് എച്ചിന്റെ ടേം 1 ആയി മാറും, അല്ലെ? എച്ചിന് 0 കൊടുത്താൽ ഇ റൈസ് ടു 0 1 ആവും. അപ്പൊ ന്യൂമറേറ്ററിൽ ഇ റൈസ് ടു മൈനസ് എ എസ് മൈനസ് ഇ റൈസ് ടു മൈനസ് എ എസ് എന്നുള്ളത് 0 വരും.
ഡിവൈഡഡ് ബൈ എച്ചിന് 0 കൊടുത്താൽ ഡിനോമിനേറ്ററിലും 0 വരും. അതായത് 0/0 എന്ന് പറയുന്നത് എന്ത് ഫോർമറ്റ് ആണ്? ഇൻഡിറ്റർമിനേറ്റ് ഫോം, അനിർവചനീയമായ രൂപമാണ്. ഇൻഡിറ്റർമിനേറ്റ് ഫോം ആണെങ്കിൽ എൽ ഹോസ്പിറ്റൽസ് റൂൾ അപ്ലൈ ചെയ്യണം. എന്താണ് ലോപിറ്റൽ റൂൾ അഥവാ എൽ ഹോസ്പിറ്റൽസ് റൂൾ എന്ന് പറയുന്നത്? ടേക്ക് ദ ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ഓഫ് ദ ഫ്രാക്ഷൻ ആൻഡ് അപ്ലൈ ദ ലിമിറ്റ് സെപ്പറേറ്റ്ലി ആൻഡ് ടേക്ക് ദ ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ഓഫ് ദ ഫ്രാക്ഷൻ സെപ്പറേറ്റ്ലി ആൻഡ് അപ്ലൈ ദ ലിമിറ്റ് അണ്ടിൽ ഇൻഡിറ്റർമിനേറ്റ് ഫോം വാനിഷസ് എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്ററിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ഡിനോമിനേറ്ററിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക സെപ്പറേറ്റ്ലി എന്ന് തിയറത്തിലെടുത്ത് പറയുന്നുണ്ട്. അതായത് കോഷ്യന്റ് റൂള് ഉപയോഗിക്കേണ്ട. ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ എന്ന് പറയുന്ന കോഷ്യന്റ് റൂൾ ഒന്നും ഉപയോഗിക്കേണ്ട. ന്യൂമറേറ്റർ സെപ്പറേറ്റ് ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ഡിനോമിനേറ്റർ മാറ്റി വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, എന്നിട്ട് ലിമിറ്റ് കൊടുക്കുക. വീണ്ടും ഇൻഡിറ്റർമിനേറ്റ് ഫോം ആണെങ്കിൽ വീണ്ടും ആ ഡെറിവേറ്റീവ് എടുക്കുന്ന പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക. എപ്പോ വരെ? അണ്ടിൽ ഇൻഡിറ്റർമിനേറ്റ് ഫോം വാനിഷസ്. ആ റൂളിനെ വിളിക്കുന്ന പേരാണ് എൽ ഹോസ്പിറ്റൽസ് റൂൾ. ഓക്കെ, അതായത് പ്രത്യേകിച്ചൊന്നുമില്ല, നിങ്ങൾ ലിമിറ്റ് പഠിച്ച കുഞ്ഞുങ്ങളെല്ലാം പഠിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ന്യൂമറേറ്റർ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു, ഡിനോമിനേറ്റർ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു വിത്ത് റെസ്പെക്ട് ടു എച്ച്. എച്ച് ടെൻസ് ടു 0 ആണ്. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു എച്ച് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഓക്കെ, സോ പറഞ്ഞുതരാ, ലിമിറ്റ് എച്ച് ടെൻസ് ടു 0. നേരിട്ട് ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇൻഡിറ്റർമിനേറ്റ് ആയതുകൊണ്ടാണ് എൽ ഹോസ്പിറ്റൽസ് എടുക്കേണ്ടി വരുന്നത്. അറിയാലോ മക്കളെ, എച്ച് ഉള്ള ആൾക്കാരെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്. e⁻⁻as അപ്പം എച്ച് ഇല്ലാത്ത ടേം ആണ്. സോ ഇറ്റ്സ് എ കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് 0 വരും. മൈനസ് e⁻⁻as കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, e⁻⁻sh എച്ച് ഉള്ള ഫംഗ്ഷൻ ആണ്. അതിന്റെ ഡെറിവേറ്റീവ് e⁻⁻sh ഇൻറ്റു ഡിഫറൻഷിയേഷൻ ആണ് ചെയ്യുന്നത്. അപ്പൊ എന്താണ്? എച്ചിന്റെ കോയിഫിഷ്യന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എച്ചിന്റെ കോയിഫിഷ്യന്റ് -s ആണ്, അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം, ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യണം. അറിയാമെന്ന് വിചാരിക്കുന്നു. ഡിവൈഡഡ് ബൈ എന്താണ് വരിക? എസ് ഇൻറ്റു എച്ചിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 1. മുകളിൽ ഡിഫറൻഷിയേറ്റ് ചെയ്തു, താഴെ ഡിഫറൻഷിയേറ്റ് ചെയ്തു. ഓക്കെ, ഇനി ഒന്ന് സോൾവ് ചെയ്തിട്ട് ലിമിറ്റ് കൊടുക്കാം നമുക്ക്. ദിസ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0. മുകളിൽ ഇവിടെ ഒരു മൈനസ് ഉണ്ട്. ഓക്കെ, ഇവിടെ ഒരു മൈനസ് ഉണ്ട്. 2 മൈനസ് പ്ലസ് ആവും. ബാക്കി e⁻⁻as ഇൻറ്റു e⁻⁻sh ഡിവൈഡഡ് ബൈ എസ്. മുകളിലൊരു എസും കൂടെ ഉണ്ട് അല്ലേ? ഇവിടെ ഈ മൈനസും ചേർന്ന് പ്ലസ് ആക്കിയിട്ടുണ്ട്. e⁻⁻as എഴുതി, e⁻⁻sh എഴുതി, എസ് എഴുതി, ബൈ എസ് എഴുതി. ഓക്കെ, എസും കട്ട് ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ലിമിറ്റ് ധൈര്യമായിട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ലിമിറ്റ് കൊടുത്ത ഒരു ആൻസറിലേക്കാണ് വരുന്നത്, ഇൻഡിറ്റർമിനേറ്റ് ഫോമിലേക്ക് പോകുന്നില്ല. അതായത് ഡിവിഷൻ ബൈ 0യുടെ പോസിബിലിറ്റി ഒഴിവാക്കിയാൽ തന്നെ നമ്മൾ രക്ഷപ്പെട്ടു. ഓക്കെ, ഇനിയിപ്പോൾ ലിമിറ്റ് കൊടുത്താൽ എച്ചിന് 0 കൊടുത്താൽ ഈ കാണുന്ന ടേം e⁻⁻0 എന്നുള്ളത് 1 വരും. ബാക്കി e⁻⁻as ആണ് ആൻസർ വരും. ശരിയല്ലേ? ഓക്കെ ആണല്ലോടാ. ലിമിറ്റ് കൊടുക്കുമ്പോൾ e⁻⁻as ഇൻറ്റു e⁻⁻0. എച്ചിന് 0 കൊടുത്താൽ e⁻⁻0 1 വരും. ബാക്കി e⁻⁻as. സോ ഡെൽ ഓഫ് t-a നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫൈനൽ ആൻസർ എന്താണ്? e⁻⁻as ആണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. സോ ദ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ ഈസ് e⁻⁻as. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കാം. ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ എന്തൊക്കെ ഓർത്തിരിക്കണം? ഡിറാക് ഡെൽറ്റ ഫംഗ്ഷന്റെ ഈ കാണുന്ന ഡെഫിനിഷൻ നിങ്ങൾ മസ്റ്റ് ആയിട്ട് പഠിച്ചു വെക്കണം. പിന്നെ -∞ ടു ഇൻഫിനിറ്റി ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡെൽ ഓഫ് t-a ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ 1 ആണെന്നുള്ളത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് പഠിച്ചു വെക്കണം. പിന്നെ ഈ കാണുന്ന ഡിറാക് ഡെൽറ്റ ഫംഗ്ഷന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം e⁻⁻as ആണ്. സോ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഡെൽ ഓഫ് t-a എന്ന് പറയുന്നത് e⁻⁻as ആണെന്നുള്ളതും മസ്റ്റായിട്ട് പഠിച്ചു വെക്കണം. ഈ 3 കാര്യങ്ങൾ, 1, 2, 3. മൂന്നാമത്തത് ഡെറിവേഷൻ ഉൾപ്പെടെ പഠിക്കണം. ഇതൊക്കെയാണ് ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട കാര്യങ്ങൾ. ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ, ബാക്കി കാര്യങ്ങൾ നോക്കിയാലോ. സോ സിലബസ് പ്രകാരം നമുക്ക് ഇനി പഠിക്കാനുള്ളത് സൊല്യൂഷൻ ഓഫ് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ യൂസിങ് ലാപ്ലേസ് ട്രാൻസ്ഫോം. ODE എന്ന് പറഞ്ഞാൽ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ യൂസിങ് ലാപ്ലേസ് ട്രാൻസ്ഫോം. 100% എക്സാമിന് ചോദ്യം ചോദിക്കും. എസ്എ ടൈപ്പ് ചോദ്യം, അതായത് ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരിക്കും ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാനായിട്ട് ചോദിക്കുക. അതായത് നമുക്കൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ തരും. അത് മിക്കവാറും ഒരു IVP ആയിരിക്കും. IVP എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം ആയിരിക്കും. അതായത് അതിനോടൊപ്പം തന്നെ ഒരു ഇനിഷ്യൽ കണ്ടീഷനും ഉണ്ടാവും. ഓക്കെ,
ആ കണ്ടീഷനും ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനും ആയിരിക്കും ചോദ്യത്തിൽ ഉണ്ടാവുക. അന്നേരം നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോം ത്രൂ ഔട്ട് ആ ചോദ്യത്തിൽ അപ്ലൈ ചെയ്യുന്നു. അതിനുശേഷം ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഡെറിവേറ്റീവ്സ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇന്റഗ്രലും പഠിച്ചിട്ടുണ്ട്, ഡെറിവേറ്റീവും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഡെറിവേറ്റീവിൽ നമ്മൾ പഠിച്ച കാര്യം നമ്മൾ അവിടെ അപ്ലൈ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ സോൾവ് ചെയ്യുന്നു. സോൾവ് ചെയ്യുമ്പോഴത്തേക്കിനും നമുക്ക് പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് അപ്ലൈ ചെയ്യേണ്ട ഒരു കേസിലേക്ക് ആ ചോദ്യം വരും. പാർഷ്യൽ ഫ്രാക്ഷനും വളരെ വിശദമായി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. പാർഷ്യൽ ഫ്രാക്ഷൻ അപ്ലൈ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു. അതിനുശേഷം പാർഷ്യൽ ഫ്രാക്ഷൻ അപ്ലൈ ചെയ്ത് കിട്ടുന്ന ആ ഒരു ഫൈനൽ ഫോർമാറ്റിൽ നമ്മൾ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എടുത്തുകൊണ്ട് ടൈം ഡൊമൈനിൽ തന്നെയുള്ള ആൻസർ നമ്മൾ കണ്ടെത്തുന്നു. അതായത് ടൈം ഡൊമൈനിലായിരിക്കും നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അതിനെ എസ് ഡൊമൈനിലേക്ക് നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോം എടുത്ത് കൺവേർട്ട് ചെയ്തുകൊണ്ട് സോൾവ് ചെയ്ത് ഏറ്റവും അവസാനം വീണ്ടും ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എടുത്ത് ടൈം ഡൊമൈനിലേക്കുള്ള സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നു. അതാണ് നമ്മൾ ചെയ്യുന്ന പരിപാടി. ഇതാണ് അതിൻ്റെ ഏറ്റവും പ്രാധാന്യാർഹിതമായ ആപ്ലിക്കേഷൻ ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ. നിങ്ങൾക്ക് എന്തിനാണ് ഈ ഇലക്ട്രിക്കൽ പഠിക്കുന്ന കുട്ടികളൊക്കെ പ്രധാനമായിട്ടും ഇത് പഠിക്കണമെന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനി മുന്നോട്ട് വരുന്ന സെമസ്റ്ററുകളിൽ സർക്യൂട്ട് നിങ്ങൾക്ക് സോൾവ് ചെയ്യേണ്ടി വരും. അതായത് സർക്യൂട്ട് ഇൻഡക്ടറും റെസിസ്റ്ററും കപ്പാസിറ്ററും ഒക്കെ കണക്ട് ചെയ്തിട്ടുള്ള സർക്യൂട്ടിൽ അതിൻ്റെ വോൾട്ടേജ് റിലേറ്റ് ചെയ്യുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ആ ഒരു കിർച്ചോഫ് വോൾട്ടേജ് ലോ ഒക്കെ അപ്ലൈ ചെയ്തുകൊണ്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോം ചെയ്തതിന് ശേഷം ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും. ഓക്കെ, ഇപ്പം അല്ലാണ്ട് നോർമലി ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുക എന്ന് പറയുന്നത് ഇഷ്ടംപോലെ ടൈപ്പുകളുണ്ട് നമുക്ക്. ഇപ്പം പൊതുവെ വളരെ ഈസി ആയിട്ട്, കാരണം ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യണമെങ്കിൽ ഒബ്വിയസ്ലി ഇന്റഗ്രേഷൻ അപ്ലൈ ചെയ്യേണ്ടി വരും. ഇന്റഗ്രേഷൻ ഈസ് ലിറ്റിൽ ബിറ്റ് കോംപ്ലിക്കേറ്റഡ് ആൻഡ് ഒരുപാട് ടൈപ്പ് ഉണ്ട് നമുക്കിതിൽ. ഇന്റഗ്രേഷൻ ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു മെനി ടൈപ്സ്. അതിൽ ഇന്റഗ്രേഷൻ ബൈ പാർഷ്യൽ ഫ്രാക്ഷൻ ആണോ, ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ആണോ, ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ ആണോ, ഇന്റഗ്രേഷൻ ഓഫ് സം സ്റ്റാൻഡേർഡ് ഫോർമാറ്റ്സ് ആണോ, ഇന്റഗ്രേഷൻ ബൈ ഡെഫിനിറ്റ് ഫോർമാറ്റ്സ് ആണോ, അതൊക്കെ ആദ്യമേ നോക്കണം. പിന്നെ ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നേരിട്ട് അങ്ങോട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാനും പറ്റില്ല. ഡിഫറൻഷ്യൽ ഇക്വേഷൻ അനലൈസ് ചെയ്യാൻ പോകണം. അതൊരു ഓർഡിനറി ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണോ, ഹോമോജീനിയസ് ആണോ, അതോ നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണോ, വേരിയബിൾ സെപ്പറബിൾ ഫോർമാറ്റിലുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണോ, അതോ ഓർഡിനറി ലീനിയർ OLDE എന്ന് പറയുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണോ, കോഷീസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണോ, എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണോ, അങ്ങനെ ഒരുപാട് ടൈപ്പ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ഉണ്ട്. അത് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പോകേണ്ടി വരും. എന്നിട്ട് ഓരോ ഐഡന്റിഫിക്കേഷൻ കഴിഞ്ഞാലും അത് ഓരോ സോൾവ് ചെയ്യുന്ന മെത്തേഡുകളും ഡിഫറെന്റ് ആണ്. ഓക്കെ, പിന്നെ അത് നോക്കി പോകേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ള കോംപ്ലിക്കേഷൻ സൈഡ് എല്ലാം അങ്ങോട്ട് മാറ്റിക്കോളൂ. നിങ്ങൾക്ക് ഒരു യൂണീക് ടൂൾ അങ്ങോട്ട് തരാം ഇത് സോൾവ് ചെയ്യാൻ. ദാറ്റ് ഈസ് ആ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ നിങ്ങൾ അങ്ങോട്ട് ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കുക. എന്നിട്ട് അതായത് ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഇന്റഗ്രേഷൻ ഇതിനകത്ത് വരുന്നില്ല എന്നുള്ളതാണ്. അത് നമ്മുടെ ചോദ്യം പൂർണ്ണമായിട്ടും എസിലേക്ക് മാറുന്നു, എസ് ഡൊമൈനിലേക്ക് മാറുന്നു. അവിടെ സിമ്പിൾ ഓൾജിബ്രൈക് സിംപ്ലിഫിക്കേഷൻ ലൈക്ക് മെത്തേഡ് ഓഫ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ, പാർഷ്യൽ ഫ്രാക്ഷൻ ടൈപ്പ് സിംപ്ലിഫിക്കേഷൻസ് എവിടെ വരുന്നുള്ളൂ. അത് വെച്ചിട്ട് സോൾവ് ചെയ്യുക. എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പിൽ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എടുത്തുകൊണ്ട് ടൈം ഡൊമൈനിലുള്ള ആൻസർ എഴുതുക. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ആപ്ലിക്കേഷൻ അഥവാ അഡ്വാൻറ്റേജ്. ആദ്യം പറഞ്ഞ ടൈപ്സും കോംപ്ലിക്കേഷൻസും ഇന്റഗ്രേഷനും എല്ലാം കൂടെ മാറ്റി വെച്ചിട്ട് സിമ്പിളായിട്ട് ഇതെങ്ങനെ ചെയ്യാം, അതാണ് ഈ ഒരു ടൂളിൻ്റെ അഡ്വാൻറ്റേജ്. ഓക്കെ, അതേപോലെ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉള്ള ആൾക്കാരാണ് ഫൊറിയർ ട്രാൻസ്ഫോം. ഇതേപോലെ തന്നെ ലാപ്ലേസ് ട്രാൻസ്ഫോമിനെ പോലെ തന്നെ അഡ്വാൻറ്റേജ് ഉള്ളതാണ് ഫൊറിയർ ട്രാൻസ്ഫോം. പക്ഷെ അടുത്ത മൊഡ്യൂളിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഫൊറിയർ ട്രാൻസ്ഫോം അല്ല, ഫൊറിയർ സീരീസ് ആണ്. തെറ്റിക്കല്ലേ മക്കളെ, പലരും ഇതൊക്കെ തമ്മിൽ അങ്ങോട്ട് ഇങ്ങോട്ട് മാറിപ്പോകും. ഫൊറിയർ സീരീസ് വേറെയാണ്, ഫൊറിയർ ട്രാൻസ്ഫോം വേറെയാണ്. ഫൊറിയർ സീരീസ് എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷന്റെ പീരിയോഡിക് ആയിട്ടുള്ള റെപ്രസെന്റേഷൻ ആണ്. അതിനെയാണ് ഫൊറിയർ സീരീസ്. സൈനിലും കോസിനും ഉള്ള റെപ്രസെന്റേഷനെയാണ് നമ്മൾ ഫൊറിയർ സീരീസ് എന്നുള്ള പേരിട്ട് വിളിക്കുന്നത്. ഓക്കെ, അതാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ആക്ച്വലി അതിൻ്റെ ഒരു ഭംഗി അനുസരിച്ച് ലാപ്ലേസ് ട്രാൻസ്ഫോം കഴിഞ്ഞ അടുത്ത ഫൊറിയർ ട്രാൻസ്ഫോം ഇനി വരുന്ന സെമസ്റ്റേഴ്സിലാണ് പഠിക്കാനുള്ളത്. അതിൻ്റെ ഒരു ഭംഗി അനുസരിച്ച് ലാപ്ലേസ് ട്രാൻസ്ഫോം കഴിഞ്ഞാൽ അതേപോലെ ഫൊറിയർ ട്രാൻസ്ഫോം ആയിരുന്നു അടുത്ത് ഇടേണ്ടത്. സിലബസ് ഇട്ടവർ എന്തുദ്ദേശിച്ചാണ് ഇടുന്നത് നമുക്കറിയത്തില്ല. അടുത്ത സീരീസ് ആണ് കൊണ്ടുവച്ചേക്കുന്നത്. ഓക്കെ, എനിവേ നമ്മളത് പഠിക്കണം. രണ്ടും നല്ല ലാപ്ലേസ് ട്രാൻസ്ഫോമിനേക്കാൾ ഒരു പടി മോളിൽ നിൽക്കുന്ന സാധനമാണ് ഇനി അവസാനത്തെ മൊഡ്യൂൾ. പലരും സുല്ലിടുന്ന സമയമാണ്. അയ്യോ മതിയായി, സന്തോഷമായി. അങ്ങനെ നിർത്തരുത്. അവസാനത്തെ മൊഡ്യൂൾ പഠിച്ചാൽ മാത്രമാണ് നമുക്കൊരു നല്ല സ്കോർ കിട്ടുന്നത്. കാരണം വെയിറ്റേജ് പിന്നെ നല്ല ക്വസ്റ്റ്യൻസ്, ലെങ്തി ക്വസ്റ്റ്യൻസ്, എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എല്ലാം അവിടെ ഫേസ് ചെയ്യേണ്ടതുണ്ട്. വൃത്തിയായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കിട്ടും. പഠിച്ചില്ലെങ്കിൽ അതേപോലെ കാര്യമായിട്ടൊന്നും കിട്ടാനും സാധ്യതയില്ല അവസാനത്തെ മൊഡ്യൂൾ.
പഠിക്കണം. നമ്മൾ ഈസി ആയിട്ട് പഠിപ്പിച്ചു തരും, നിങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കണം. ഓക്കെ, പഠിക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾ ഈ +2 കഴിഞ്ഞ ഉടനെ ഇതൊക്കെ കാണുമ്പോൾ ഒരു തലകറക്കം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിങ്ങളത് ഒന്ന് നോക്കണ്ട, എല്ലാവരെയും കൊണ്ടും പറ്റുന്ന സംഭവമേ ഉള്ളൂ. ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ ഇത് ഓക്കെയാണ്. ഓക്കെ, സൊല്യൂഷൻ ഓഫ് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ യൂസിങ് ലാപ്ലേസ് ട്രാൻസ്ഫോം. ലാപ്ലേസ് ട്രാൻസ്ഫോം ഉപയോഗിച്ചുകൊണ്ട് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം? അതിനുവേണ്ടി നമ്മൾ ഓൾറെഡി ഡെറിവേറ്റീവ്സിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അത് തന്നെയാണ് ഇവിടെ വീണ്ടും പറയാനുള്ളത്. തിയററ്റിക്കലി എന്താണ് y ഡാഷ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് y എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ലാപ്ലേസ്, ഇപ്പോൾ y ഓഫ് ടി എന്നുള്ള ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് y ഡാഷ് ഓഫ് ടി ആണെങ്കിൽ ആ y ഡാഷ് ഓഫ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണ്? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് y ഡാഷ് ഓഫ് ടി എന്ന് പറയുന്നത് എന്താണ്? s ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് y ഓഫ് ടി, s ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് y ഓഫ് ടി മൈനസ് y ഓഫ് 0 മൈനസ് y ഓഫ് 0. ഇതാണ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് y ഡാഷ് ഓഫ് ടി. ഓക്കെ, ഇനി ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് y ഡബിൾ ഡാഷ് ഓഫ് ടി ഇത് ഓൾറെഡി പഠിപ്പിച്ചതാണ് കേട്ടോ. എന്താണ് വരിക? s² ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് y ഓഫ് ടി മൈനസ് y ഓഫ് 0 മൈനസ് s ഇൻറ്റു y ഓഫ് 0 മൈനസ് y ഡാഷ് ഓഫ് 0. ശരിയല്ലേ? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് y ട്രിപ്പിൾ ഡാഷ് ഓഫ് ടി ആണെങ്കിലോ s³ ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് y ഓഫ് ടി മൈനസ് s² ഇൻറ്റു y ഓഫ് 0 മൈനസ് s ഇൻറ്റു y ഡാഷ് 0 മൈനസ് y ഡബിൾ ഡാഷ് 0. ഓക്കെ, സോ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു പാറ്റേൺ പിടിച്ച് നമുക്ക് അങ്ങനെ എഴുതി പോകാനായിട്ട് പറ്റും. ഈ ഒരു ഐഡിയ ആണ് നിങ്ങൾക്ക് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ ചെയ്യാനായിട്ട് ആവശ്യമുള്ളത്. ഓൾറെഡി നമ്മൾ പഠിപ്പിച്ച സാധനമാണ്. ഒന്നുകൂടെ നോക്കിക്കോളൂ വൃത്തിയായിട്ട്. പാർഷ്യൽ ഫ്രാക്ഷൻ ഓൾറെഡി പഠിപ്പിച്ചതാണ്. അതും നിങ്ങൾ എഴുതിയ നോട്ട്, അതിനകത്ത് ആ ടേബിൾ തന്നിട്ടുണ്ടല്ലോ. പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ടേബിൾ ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ ടേബിളും കൂടെ നിങ്ങൾ നോട്ട് എഴുതി വരുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ ആ ടേബിളും കൂടെ ഒന്ന് മറിച്ച് നോക്കിയോളൂ. ഇവനും ആ ടേബിളിനകത്ത് വരുന്ന പാർഷ്യൽ ഫ്രാക്ഷൻ സ്പ്ലിറ്റിങ്ങും ആണ് നമുക്ക് ഒരു ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ വേണ്ടി ആവശ്യമുള്ള ആൾക്കാർ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്ഥിരമായിട്ട് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കുന്ന ഒരു ചോദ്യം നോക്കാം. ചോദ്യം ഇതാണ്: സോൾവ് ദി IVP. IVP എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം. y ഡാഷ് പ്ലസ് 4y ഇസ് ഈക്വൽ ടു t, y ഓഫ് 0 ഇസ് ഈക്വൽ ടു 1. ഓക്കെ, നോക്കാം. അപ്പം ഇങ്ങനെ ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ, ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാനായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ലാപ്ലേസ് ട്രാൻസ്ഫോം, തേർഡ് മൊഡ്യൂളിന്റെ ഭാഗമായിട്ട് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ എടുക്കേണ്ടത് എന്താണ്? ടേക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓൺ ബോത്ത് സൈഡ്സ്. രണ്ട് സൈഡിലും എന്ത് ചെയ്യുക? ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കുക. ടേക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓൺ ബോത്ത് സൈഡ്സ്. രണ്ട് സൈഡിൽ ഞാൻ എന്ത് ചെയ്യുന്നു? ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കുന്നു. അപ്പോൾ എന്താണ് വരിക? ഓരോ ടേംസിലും നമ്മൾ എന്ത് ചെയ്യുക? ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കുക. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് y ഡാഷ് പ്ലസ് 4 ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് y ഇസ് ഈക്വൽ ടു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് t. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് y ഡാഷ് എന്ന് പറയുന്നത് എന്താണ്? ലാപ്ലേസ് s ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് y മൈനസ് y ഓഫ് 0. ശരിയാണല്ലോ? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് y ഡാഷ് ഇപ്പം നമ്മൾ പഠിച്ച ഇക്വേഷനാണ്. s ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് y മൈനസ് y ഓഫ് 0 പ്ലസ് 4 ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് y ഇസ് ഈക്വൽ ടു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് t. ഇനി വാല്യൂസ് കൊടുക്കുക. ലാപ്ലേസ് y ഓഫ് 0 1 ആണെന്ന് നമ്മുടെ കയ്യിൽ അല്ലെ? y ഓഫ് 0 1 ആണ്. സോ s ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് y മൈനസ് y ഓഫ് 0ക്ക് പകരം 1 കൊടുക്കുക. ഓക്കെ, മറന്നു പോരുത്, ശ്രദ്ധിച്ചു കൊടുക്കണേ. y ഓഫ് 0ക്ക് പകരം 1 പ്ലസ് 4 ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് y, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് t എന്ന് പറയുന്നത് 1/s². അല്ലെ? ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണ്? 1/s². L ഓഫ് y ഉള്ളവരെയൊക്കെ ഒരുമിച്ചാക്കാം. ഈ രണ്ട് ടേംസ് ഒരുമിച്ചാക്കാം. s ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് y പ്ലസ് 4 ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് y 1/s² ഉണ്ട്. -1 ഇപ്പുറം എടുത്താൽ +1. രണ്ട് ടേംസിൽ നിന്നും L ഓഫ് y ഇങ്ങോട്ട് ഔട്ട് സൈഡ് എടുത്താൽ ബാക്കി s പ്ലസ് 4 കിട്ടും. ശരിയാണല്ലോ മക്കളെ? ഈ രണ്ട് ടേംസിൽ നിന്നും L ഓഫ് y ഇങ്ങോട്ട് പുറത്തെടുത്താൽ ബാക്കി s പ്ലസ് 4. ഇവിടെ നമുക്ക് ക്രോസ് ചെയ്താൽ എന്താണ് വരിക? s² പ്ലസ് 1/s² എന്ന് കിട്ടും. ഓക്കെ ആണേ? മെത്തേഡ് ഓഫ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ.
അപ്പോൾ ഇവിടുന്ന് എൽ ഓഫ് വൈ എന്താണ് വരിക? ഈ കാണുന്ന എസ് പ്ലസ് ഫോറും കൂടെ താഴേക്ക് വരും. എസ് സ്ക്വയർ പ്ലസ് 1 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ ഇൻറ്റു എസ് പ്ലസ് 4. ഓക്കെ, ഇപ്പോൾ ഇവിടുന്ന് എന്ത് കിട്ടി? എൽ ഓഫ് വൈ കിട്ടി. എസ് സ്ക്വയർ പ്ലസ് 1 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ ഇൻറ്റു എസ് പ്ലസ് 4. ഇനി ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം? പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യണം. ശരിയാണല്ലോ. എസ് സ്ക്വയർ പ്ലസ് 1 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 1 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ ഇൻറ്റു എസ് പ്ലസ് 4. ഇതിനകത്ത് പാർഷ്യൽ ഫ്രാക്ഷൻ എങ്ങനെ എടുക്കുന്നത്? എസ് സ്ക്വയർ എന്ന് വന്നു കഴിഞ്ഞാൽ എ ബൈ എസ് പ്ലസ് ബി ബൈ എസ് സ്ക്വയർ. ഓർമ്മയുണ്ടോ മക്കളെ? പാർഷ്യൽ ഫ്രാക്ഷൻ പഠിപ്പിച്ചതാണ്, ടേബിൾ പഠിപ്പിച്ചതാണ്. എസ് സ്ക്വയർ വന്നു കഴിഞ്ഞാൽ ഓരോ പവറായിട്ട് കൂട്ടി അവിടേക്ക് എത്തണം. എ ബൈ എസ് പ്ലസ് ബി ബൈ എസ് സ്ക്വയർ പ്ലസ് ഇത് ഫസ്റ്റ് ഡിഗ്രി ലീനിയർ ആണ്, സി ബൈ എസ് പ്ലസ് 4 അല്ലെ? സി ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 4. ഓക്കെ ആണല്ലോ? സംഭവം സെറ്റാണേ. യെസ്. ഇനിയിപ്പോൾ നമുക്ക് എ കണ്ടുപിടിക്കണം, ബി കണ്ടുപിടിക്കണം, സി കണ്ടുപിടിക്കണം. എന്ത് ചെയ്യാം? ആദ്യം നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡൊക്കെ ഒന്ന് ക്രോസ് ചെയ്തെടുക്കാം. ഓക്കെ, ഒന്ന് ക്രോസ് ചെയ്തെടുത്താൽ എന്താണ് വരിക? ഇവിടെ ക്രോസ് ചെയ്താൽ എ എസ് സ്ക്വയർ പ്ലസ് ബി എസ് ഡിവൈഡഡ് ബൈ എസ് ഇൻറ്റു എസ് സ്ക്വയർ എന്താണ് വരിക? എസ് ക്യൂബ് ആണ് വരിക. പ്ലസ് സി ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 4 എന്ന് കിട്ടും. നമുക്ക് ഇങ്ങനെ പോകേണ്ട ആവശ്യം, ഇങ്ങനെ പോയാൽ കുറച്ചും കൂടെ പണി കൂടത്തേ ഉള്ളൂ. അങ്ങനെ പോകേണ്ട. അപ്പോൾ തൽക്കാലം വേറെ എന്തെങ്കിലും വഴി നോക്കാം. ഓക്കെ, ഈ ലെഫ്റ്റ് സൈഡിൽ ഡിനോമിനേറ്റർ ഉണ്ടല്ലോ, ലെഫ്റ്റ് സൈഡിലുള്ള ഡിനോമിനേറ്റർ അതുകൊണ്ട് ത്രൂ ഔട്ട് അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തോളൂ. ലെഫ്റ്റ് സൈഡിലുള്ള ഡിനോമിനേറ്റർ കൊണ്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അതായത് നോക്കണം മക്കളെ, ഈ എസ് സ്ക്വയർ ഇൻറ്റു എസ് പ്ലസ് 4 എല്ലായിടത്തേക്കും വരും. ഞാൻ ചെറുതായിട്ടൊന്ന് എഴുതണ്ടേ. എസ് സ്ക്വയർ ഇൻറ്റു എസ് പ്ലസ് 4 ഇവിടെ വരും. 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 അതായത് ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഡിനോമിനേറ്റർ കൊണ്ട്, ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഡിനോമിനേറ്റർ എസ് സ്ക്വയർ ഇൻറ്റു എസ് പ്ലസ് 4 ആണ്. അതുകൊണ്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യും. ത്രൂ ഔട്ട്. ഓക്കെ, ഇവിടെ എസ് സ്ക്വയറും എസ് സ്ക്വയറും എസ് പ്ലസ് 4ഉം എസ് പ്ലസ് 4ഉം കട്ടാവും. ഇവിടെ ഒരു എസും സ്ക്വയറും തമ്മിൽ കട്ടാവും. ഇവിടെ എസ് സ്ക്വയറും എസ് സ്ക്വയറും കട്ടാവും. ഇവിടെ എസ് പ്ലസ് 4ഉം എസ് പ്ലസ് 4ഉം കട്ടാവും. ബാക്കിയുള്ളവരൊക്കെ എഴുതിക്കേ. ലെഫ്റ്റ് സൈഡിൽ ഇനി എസ് സ്ക്വയർ പ്ലസ് 1 ഉണ്ട്. താഴെ ഒരു എ ഉണ്ട്, എസ് ഉണ്ട്, എസ് പ്ലസ് 4 ഉണ്ട്. ഓക്കെ, പ്ലസ് ബി ഇൻറ്റു ഒരു എസ് പ്ലസ് 4 ബാക്കി ഉണ്ടാവും. പ്ലസ് ഒരു സി എസ് സ്ക്വയർ ബാക്കി ഉണ്ടാവും. ഓക്കെ ആണോ? നോക്കണേ. സെറ്റ് അല്ലേ? ഇതൊന്ന് ഓപ്പൺ ചെയ്തോടോ. എസ് സ്ക്വയർ പ്ലസ് 1 ഇസ് ഈക്വൽ ടു എ എസ് സ്ക്വയർ പ്ലസ് 4as പ്ലസ് ബി എസ് പ്ലസ് 4b പ്ലസ് സി എസ് സ്ക്വയർ. ഓക്കെ, എസ് സ്ക്വയർ ഉള്ള ടേംസ് ഒക്കെ നോക്കിക്കേ. എസ് സ്ക്വയർ പ്ലസ് 1 ഇസ് ഈക്വൽ ടു എ എസ് സ്ക്വയർ ഉണ്ട്, സി എസ് സ്ക്വയർ ഉണ്ട്. അതിനെ എ പ്ലസ് സി ഇൻറ്റു എസ് സ്ക്വയർ അല്ലേ? എസ് സ്ക്വയർ പുറത്തെടുത്താൽ പിന്നെ ഇവിടെ ഒരു 4as ഉണ്ട്, ബി എസ് ഉണ്ട്. അതിനെ 4a പ്ലസ് ബി ഇൻറ്റു എസ് എന്നെഴുതാം. ഓക്കെ, പ്ലസ് എന്തുണ്ട്? ഒരു 4b ഉണ്ട്. പ്ലസ് എന്തുണ്ട്? ഒരു 4b ഉണ്ട്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേറ്റ് ചെയ്യാം. ഓക്കെ, ആദ്യമേ നമുക്ക് ലെഫ്റ്റ് സൈഡിലെയും റൈറ്റ് സൈഡിലെയും കോൺസ്റ്റന്റുകളെ അങ്ങ് ഇക്വേറ്റ് ചെയ്യാം. കോൺസ്റ്റന്റ്. അപ്പം ഇവിടെ ലെഫ്റ്റ് സൈഡിലുള്ള കോൺസ്റ്റന്റ് 1 ആണ്. കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എസ് ഇല്ലാത്ത ടേം. റൈറ്റ് സൈഡിൽ എസ് ഇല്ലാത്ത ടേം 4b ആണ്. ബാക്കിയുള്ളിടത്തൊക്കെ എസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം ഞാൻ ചെയ്യുന്നത് ഇക്വേറ്റിംഗ് എന്താണ്? കോൺസ്റ്റൻസ്. കോൺസ്റ്റൻസിനെ ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ 1 ഇസ് ഈക്വൽ ടു ഇവിടുത്തെ കോൺസ്റ്റന്റ് 4b. അപ്പോൾ അവിടെ നിന്ന് കിട്ടും b ഇസ് ഈക്വൽ ടു 1/4. അപ്പോൾ ഒരു വാല്യൂ കിട്ടി. ബിയുടെ വാല്യൂ എന്താണ്? 1/4. ഇനി അടുത്ത എന്ത് ചെയ്യാം? ഇക്വേറ്റിംഗ് കോയിഫിഷ്യന്റ് ഓഫ് എസ് സ്ക്വയർ. എസ് സ്ക്വയറിന്റെ കോയിഫിഷ്യന്റുകൾ ഇക്വേറ്റ് ചെയ്യാം. ഇക്വേറ്റിംഗ് കോയിഫിഷ്യന്റ് ഓഫ് എസ് സ്ക്വയർ. എസ് സ്ക്വയറിന്റെ കോയിഫിഷ്യന്റുകളെ ഇക്വേറ്റ് ചെയ്യാം. ഓക്കെ, നോക്കടാ. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ എസ് സ്ക്വയറിന്റെ കോയിഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ കൂടെ നിൽക്കുന്ന സംഖ്യ 1 ആണ്. 1 ഇസ് ഈക്വൽ ടു ഇവിടെ എസ് സ്ക്വയറിന്റെ കോയിഫിഷ്യന്റ് എ പ്ലസ് സി ആണ്. 1 ഇസ് ഈക്വൽ ടു എ പ്ലസ് സി. ഓക്കെ, അപ്പോൾ നമുക്ക് ബിയും കൂടെ വേണം അല്ലേ? എയും സിയും നമുക്ക് അറിയില്ല, അതോടെ നിൽക്കട്ടെ. അപ്പോൾ അതിന് മുമ്പ് എസിന്റെ കോയിഫിഷ്യന്റ് ഒന്ന് ഇക്വേറ്റ് ചെയ്തോളൂ. ഇക്വേറ്റിംഗ് കോയിഫിഷ്യന്റ് ഓഫ് എസ്.
ഇക്വേറ്റിംഗ് കോഎഫിഷ്യന്റ് ഓഫ് എസ്. എസിന്റെ കോഎഫിഷ്യന്റുകൾ ഇക്വേറ്റ് ചെയ്യാം. നോക്കണേ, ഇവിടെ എസിന്റെ കോഎഫിഷ്യന്റ് ലെഫ്റ്റ് സൈഡിൽ എസിന്റെ ടേം ഇല്ല, എസ് സ്ക്വയറേ ഉള്ളൂ, വെറും എസ് ഇല്ല. വെറും എസ് ഇല്ല എന്ന് പറഞ്ഞാൽ ആക്ച്വലി അവിടെ 0 എസ് ഉണ്ടെന്നാണ് അർത്ഥം അല്ലെ. അപ്പം എസ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് അവിടെ 0 ആണ്. അപ്പൊ ലെഫ്റ്റ് സൈഡിൽ എസ് സ്ക്വയർ എസിന്റെ കോഎഫിഷ്യന്റ്, എസിന്റെ ടേം ഇല്ല, 0 എസ് ഉണ്ട്. അപ്പം ആക്ച്വലി അവിടെ കോഎഫിഷ്യന്റ് 0 ആണ്. ഇസ് ഈക്വൽ ടു റൈറ്റ് സൈഡിൽ എസിന്റെ കോഎഫിഷ്യന്റ് ആരാ? എസിന്റെ കോഎഫിഷ്യന്റ് 4a പ്ലസ് ബി ആണ് അല്ലെ, 4a പ്ലസ് ബി. ഓക്കെ ആണല്ലോ. അപ്പൊ അവിടെ ബിയുടെ വാല്യൂ കൊടുക്കുക 1/4. ബിയുടെ വാല്യൂ 1/4 കൊടുക്കുക. അതായത് 4a ഇസ് ഈക്വൽ ടു മൈനസ് ബി എന്ന് എഴുതാം. അതായത് -1/4 വരും അല്ലെ. 4a ഇസ് ഈക്വൽ ടു -1/4. അവിടുന്ന് എയുടെ വാല്യൂ കൊടുക്കുക, 4ഉം കൂടെ താഴേക്ക് വരും. a ഇസ് ഈക്വൽ ടു -1/16 -1/16. എയുടെ വാല്യൂ എത്രയാണ് കിട്ടുക? -1/16. ക്ലിയർ ആണോ നോക്കണേ. 4a പ്ലസ് ബി ഈക്വൽ ടു 0, 4a ഈക്വൽ ടു -b. ബിയുടെ വാല്യൂ 1/4 ആണ്. അപ്പോൾ -1/4 വരും 4a. അവിടുന്ന് എയുടെ വാല്യൂ 4ഉം കൂടെ താഴേക്ക് വരുമ്പോൾ -1/16. ഇനി സി കണ്ടുപിടിക്കാമല്ലോ. ഈ എയുടെ വാല്യൂ -1/16 ഇവിടേക്ക് കൊടുക്കാം. എന്താണ് വരിക? 1 ഇസ് ഈക്വൽ ടു -1/16 പ്ലസ് സി. അവിടുന്ന് സിയുടെ വാല്യൂ എന്ത് വരും? 1 + 1/16 അല്ലെ. സിയുടെ വാല്യൂ എന്താണ് വരിക? 1 + 1/16. സി ഇസ് ഈക്വൽ ടു 1 + 1/16. അതായത് സി ഇസ് ഈക്വൽ ടു 16 ഒന്നും 17/16. സിയുടെ വാല്യൂ എത്രയാണ് കിട്ടുന്നത്? 17/16. ഓക്കെ. അപ്പോൾ എ ആയി, ബി ആയി, സി ആയി. എ വാല്യൂ 1/4. നോക്കണേ, എ വാല്യൂ എത്രയാണ്? 1/4. ബി വാല്യൂ എ വാല്യൂ -1/16. ഒന്നുകൂടെ എടുത്തെഴുതാം. എ വാല്യൂ എത്രയാണ്? -1/16. ബി വാല്യൂ 1/4. സി വാല്യൂ 17/16. ഇതാണ് നമ്മുടെ എയും ബിയും സിയും. ഓക്കെ. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഈ എയും ബിയും സിയും നമ്മൾ എവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? ബാക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം നമ്മൾ ഈ ബേസിക് ഫോർമുലയിലേക്ക്. ആദ്യം നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്ന ആ ബേസിക് ഫോർമുലയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് നമ്മൾ എടുക്കേണ്ടത്. സോ അപ്പോൾ നമുക്ക് ആ പരിപാടികൾ നോക്കാം. സോ നേരത്തെ നിങ്ങൾക്ക് സ്ലൈഡിൽ കുറച്ച് ഭാഗം കാണാൻ പറ്റിയിട്ടുണ്ടാവില്ല, ഒന്നുകൂടെ പറയാം. എസ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ 1 ഈക്വൽ ടു a പ്ലസ് സി എന്ന് കിട്ടും. ഓക്കെ. എസിന്റെ കോഎഫിഷ്യന്റ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ 0 ഈക്വൽ ടു 4a പ്ലസ് ബി എന്ന് കിട്ടും. ബിയുടെ വാല്യൂ 1/4 നമ്മൾ അവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 4a ഈക്വൽ ടു -1/4 എന്ന് വരും. എയുടെ വാല്യൂ -1/16. ആ എയുടെ വാല്യൂ -1/16 നമ്മൾ ഇവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പം 1 ഈക്വൽ ടു -1/16 പ്ലസ് സി. സി ഈക്വൽ ടു 1 + 1/16. ക്രോസ് ചെയ്താൽ 16 + 1 17/16. അപ്പം എയുടെ വാല്യൂ -1/16, ബിയുടെ വാല്യൂ 1/4, സിയുടെ വാല്യൂ 17/16. ഓക്കെ ആണല്ലോ, സംശയമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. ബാക്കി നോക്കാം. സോ അപ്പോൾ നമ്മൾ ആ വാല്യൂസ് ഇവിടേക്ക് എ ബി സി നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അതായത് നമുക്ക് കിട്ടിയ ഇക്വേഷൻ ഇങ്ങനെയായിരുന്നു. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് y ഇസ് ഈക്വൽ ടു s² + 1 ഡിവൈഡഡ് ബൈ s² ഇൻറ്റു s + 4 എന്നായിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ഇക്വേഷൻ. അതിനെ നമ്മൾ എങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു? a/s പ്ലസ് b/s² പ്ലസ് c/s + 4 എന്ന് നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ അതിൽ എ ബി സി വാല്യൂസ് നമ്മൾ കണ്ടുപിടിച്ചു. എ വാല്യൂ എന്താണ്? -1/16. അപ്പോൾ -1/16/s. അപ്പോൾ -1/16 × 1/s എന്ന് വരും. പ്ലസ് ബി വാല്യൂ എന്തായിരുന്നു? 1/4. അപ്പോൾ 1/4 × 1/s² എന്ന് വരും. ബൈ ആണ്. a/b/c എന്ന് പറഞ്ഞാൽ a/bc അല്ലേ. പ്ലസ് സിയുടെ വാല്യൂ എന്താണ്? 17 ഡിവൈഡഡ് ബൈ 16 × 1/s + 4. ഓക്കെ. സോ ഇതാണ് നമ്മുടെ L ഓഫ് y. നമ്മൾ ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ y' ഉള്ള ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ y ഓഫ് t ആണ്. y ഓഫ് t കണ്ടുപിടിക്കാനാണ് നമ്മുടെ ചോദ്യം. ഓക്കെ. അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ടേക്കിംഗ് ഇൻവേഴ്സ് ലാപ്ലേസ്. ആദ്യം നമ്മൾ ടേക്കിംഗ് LT ഓൺ ബോത്ത് സൈഡ്സ് ആണ് എടുത്തത് അല്ലെ. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓൺ ബോത്ത് സൈഡ്സ്. ലാസ്റ്റ് വരുമ്പോൾ നമ്മൾ എന്താ എടുക്കണ്ടേ? ടേക്കിംഗ് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓൺ ബോത്ത് സൈഡ്സ്. രണ്ട് സൈഡിൽ നമ്മൾ എന്തെടുക്കണം? ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കണം. ഓക്കെ. അപ്പം L ഓഫ് വൈയുടെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ y ഓഫ് t ആണ്. വൈയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോമിന്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ y തന്നെയാണ്. ശരിയല്ലേ? L ഇൻവേഴ്സ് ഓഫ് L എന്ന് പറഞ്ഞാൽ y തന്നെയാണ്. -1/16 ഇൻറ്റു ബാക്കി L ഇൻവേഴ്സ് ഓഫ് 1/s
plus 1 by 4 into L inverse of 1 by S square plus 17 divided by 16 into L inverse of 1 by S plus 4. Okay, so this is equal to minus 1 by 16 into 1 ന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് 1 by S. അപ്പോൾ 1 by S ന്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം 1 ആവും. പ്ലസ് 1 by 4 into ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് 1 by S സ്ക്വയർ. അപ്പോൾ 1 by S സ്ക്വയറിന്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ടി ആവും. പ്ലസ് 17 ഡിവൈഡഡ് ബൈ 16 ഇൻറ്റു 1 by S plus 4. 1 by S plus എയുടെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം e raised to minus 80 ആണ്. e raised to minus 40. So this is the required solution. Y of t equal to minus 1 by 16 plus 1 by 4t plus 17 by 16 into e raised to minus 40. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സോ ലേറ്റസ്റ്റ് ആയിട്ട് യൂണിവേഴ്സിറ്റി ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. നോക്കാം. യൂസിങ് ലാപ്ലേസ് ട്രാൻസ്ഫോം സോൾവ്. ഇമ്പോർട്ടൻറ്റ് സാധനമാണ്. സ്ഥിരമായിട്ട് ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണിത്. വളരെ പ്രഡിക്റ്റബിൾ ലിസ്റ്റിലുള്ള ക്വസ്റ്റ്യൻ ആണ്. y double dash plus 2y dash plus y is equal to e raised to minus t. y of 0 0 ആണ്, y dash 0 1 ആണ്. ഓക്കെ, നോക്കാം. ഇതൊക്കെ എസ്സേ ടൈപ്പ് ചോദിക്കുന്ന ചോദ്യങ്ങളാണേ. നന്നായിട്ട് ചെയ്ത് പഠിക്കുക എല്ലാവരും. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ടേക്കിംഗ് എന്താണ്, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓൺ ബോത്ത് സൈഡ്സ്. രണ്ട് സൈഡിലും എന്ത് ചെയ്യുക, ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കുക. എന്താണ് വരിക, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് y ഡബിൾ ഡാഷ് plus 2 into Laplace transform of y dash plus Laplace transform of y is equal to Laplace transform of e raised to minus t. Laplace transform of y double dash s square into Laplace transform, result പഠിച്ചിട്ടുണ്ട്, s square into Laplace transform of y minus s into y of 0 minus y dash of 0 അപ്ലൈ ചെയ്ത് കൊടുക്കുക. plus 2 into Laplace transform of y dash s into Laplace transform of y minus y of 0 plus Laplace transform of y is equal to Laplace transform of e raised to minus 80 1 by s plus a. Okay, p raised to minus t 1 by s plus 1 എന്ന് വരും. ഓക്കെ എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മുടെ വാല്യൂസ് y of 0 0 ആണ്. അപ്പോൾ y of 0 ഉള്ള സാധനമൊക്കെ 0. ഇപ്പോൾ ഇത് 0 ആയിപ്പോയി. വേറെ എവിടെയും y of 0 ഉണ്ടോ, ഈ സാധനം 0 ആയിപ്പോയി. y of 0 ഉള്ള സ്ഥലമൊക്കെ 0 ആയിപ്പോയി. ഇനി ബാക്കിയുള്ളടത്ത് y dash 0 കാണുന്നിടത്തൊക്കെ 1 കൊടുക്കുക. s സ്ക്വയർ ഇൻറ്റു എൽ ഓഫ് വൈ മൈനസ് y dash ഓഫ് 0 1 പ്ലസ് 2s ഇൻറ്റു എൽ ഓഫ് വൈ പ്ലസ് എൽ ഓഫ് വൈ ഇസ് ഈക്വൽ ടു 1 ബൈ എസ് പ്ലസ് 1. ഈ മൂന്ന് ടേംസിലും എന്തുണ്ട്, നമുക്ക് ഇവിടെ ഒരു മൈനസ് 1 ഉണ്ടല്ലേ, മൈനസ് 1 അങ്ങോട്ട് അപ്പുറം എടുത്തോളൂ. ബാക്കി എസ് സ്ക്വയർ ഇൻറ്റു എൽ ഓഫ് വൈ ഉണ്ട്, പ്ലസ് 2s ഇൻറ്റു എൽ ഓഫ് വൈ ഉണ്ട്, പ്ലസ് എൽ ഓഫ് വൈ ഉണ്ട്. മൈനസ് 1 ഇപ്പുറം വന്നാൽ 1 ബൈ എസ് പ്ലസ് 1 ഉണ്ട്, മൈനസ് 1 ഇപ്പുറം വന്നാൽ പ്ലസ് 1. ഇവിടെ മെത്തേഡ് ഓഫ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ 1 പ്ലസ് എസ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 1 എസ് പ്ലസ് 2 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 1 എന്ന് കിട്ടും. ഓക്കെ ആണോ നോക്കണേ മക്കളെ, സിമ്പിൾ സാധനമാണ്. മെത്തേഡ് ഓഫ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ 1 പ്ലസ് എസ് പ്ലസ് 1 ഇൻറ്റു 1 എസ് പ്ലസ് 1 ബൈ എസ് പ്ലസ് 1. അപ്പോൾ ഇത് ന്യൂമറേറ്റർ എന്താവും, എസ് പ്ലസ് 2 ബൈ എസ് പ്ലസ് 1 എന്ന് വരും. ഓക്കെ ആണേ. സോ ഇനി ഈ മൂന്ന് ടേംസിലും എന്തുണ്ട്, എൽ ഓഫ് വൈ ഉണ്ട്. എൽ ഓഫ് വൈ ഇങ്ങോട്ട് ഔട്ട് സൈഡ് എടുത്താൽ ബാക്കി എന്താണ് വരിക, എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 1 ഈക്വൽ ടു എസ് പ്ലസ് 2 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 1. ഓക്കെ അല്ലേ. എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 1 എന്താണ്, എസ് പ്ലസ് 1 ഹോൾ സ്ക്വയർ ആണ്. ശരിയാണല്ലോ. സോ എൽ ഓഫ് വൈ ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എസ് പ്ലസ് 1 ഹോൾ സ്ക്വയർ ആണ്. ദാറ്റ്സ് ഈക്വൽ ടു എസ് പ്ലസ് 2 ബൈ എസ് പ്ലസ് 1. എസ് പ്ലസ് 1 ഹോൾ സ്ക്വയറും കൂടെ ഡിനോമിനേറ്ററിലേക്ക് വരും. സോ അവിടെ നിന്ന് എന്താണ് കിട്ടുക നമുക്ക്, എൽ ഓഫ് വൈ ഈസ് ഈക്വൽ ടു എസ് പ്ലസ് 2 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 1 ഇൻറ്റു എസ് പ്ലസ് 1 ഹോൾ സ്ക്വയർ എന്താണ്, എസ് പ്ലസ് 1 ഹോൾ ക്യൂബ് അല്ലേ. എസ് പ്ലസ് 1 ഇൻറ്റു എസ് പ്ലസ് 1 ഹോൾ സ്ക്വയർ എന്താണ്, എസ് പ്ലസ് 1 ഹോൾ ക്യൂബ്. സോ ഇതാണ് നമ്മുടെ എന്ത്, എൽ ഓഫ് വൈ. ഈ എൽ ഓഫ് വൈയിൽ പാർഷ്യൽ ഫ്രാക്ഷൻ അപ്ലൈ ചെയ്തുകൊണ്ട് വേണം നമ്മൾ ഇനി എന്ത് ചെയ്യാൻ, മുന്നോട്ട് പോകാൻ. ഓക്കെ, സോ നമ്മുടെ എൽ ഓഫ് വൈ എന്ന് പറയുന്നത് എന്താണ്, എസ് പ്ലസ് 2 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 1 ഹോൾ ക്യൂബ് ആണ്. അവിടെ നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ അപ്ലൈ ചെയ്യണം. ശരിയല്ലേ. ഓക്കെ, സോ എസ് പ്ലസ് 2 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 1 ഹോൾ ക്യൂബിനെ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്താൽ എ ബൈ എസ് പ്ലസ് 1, ഓരോ പവേഴ്സ് കൂട്ടി വരണം അല്ലേ, ബി ബൈ എസ് പ്ലസ് 1ന്റെ സ്ക്വയർ പ്ലസ് സി ബൈ എസ് പ്ലസ് 1ന്റെ ക്യൂബ്.
ഓക്കെ ആണേ. ഇനിയിപ്പോൾ മുന്നോട്ട് പോകേണ്ട പരിപാടി അറിയാമല്ലോ. ഈ S+1 ക്യൂബ് കൊണ്ട് ലെഫ്റ്റ് സൈഡിലെ ഡിനോമിനേറ്റർ കൊണ്ട് അങ്ങ് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ S+1 ക്യൂബ് ഇവിടെ വരും, S+1 ക്യൂബ് ഇവിടെ വരും, എല്ലാ ടേമിലും പവറിൽ വരും അല്ലേ. ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. S+1 ക്യൂബ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇവിടെ S+1 ക്യൂബും കട്ട് ചെയ്താൽ ബാക്കി സ്ക്വയർ ഉണ്ടാവും. S+1 സ്ക്വയറും ക്യൂബും കട്ട് ചെയ്താൽ ബാക്കി S+1 ഉണ്ടാവും. ഇവിടെ S+1 ക്യൂബ് കട്ടായി പോകും. ശരിയാണല്ലോ. ബാക്കി ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് S+2 ഉണ്ട്. ഇവിടെ A ഇൻറ്റു S+1 സ്ക്വയർ ഉണ്ട്, ഒരു B ഇൻറ്റു S+1 ഉണ്ട്, പ്ലസ് C ഉണ്ട്. ഓക്കെ, ഇവിടുന്ന് നമുക്ക് എസിന് -1 ഒക്കെ കൊടുത്തിട്ട് C ഒക്കെ പെട്ടെന്ന് കണ്ടുപിടിക്കാം. പക്ഷെ എന്താണ് പിന്നെ ബാക്കി ചെയ്യണം, എസ് സ്ക്വയറിന്റെ കോയിഫിഷ്യന്റ് ഇക്വേറ്റ് ചെയ്യണം, കോൺസ്റ്റന്റ് ഇക്വേറ്റ് ചെയ്യണം. അപ്പോൾ ത്രൂ ഔട്ട് ആ ഒരു പ്രോസസ്സ് അങ്ങ് പോട്ടെ. ഇപ്പോൾ ഇവിടെ -1 കൊടുത്തിട്ട് വീണ്ടും സോൾവ് ചെയ്ത് എസ് സ്ക്വയറിന്റെ കോയിഫിഷ്യന്റ് ഇക്വേറ്റ് ചെയ്താലും ഭേദം ആദ്യമേ സോൾവ് ചെയ്തിട്ട് കോയിഫിഷ്യന്റും കോൺസ്റ്റന്റും ഇക്വേറ്റ് ചെയ്താൽ എല്ലാ വാല്യൂസും കിട്ടും. ഓക്കെ, ഇതൊന്ന് സോൾവ് ചെയ്യാം ആദ്യം. S+2 = A ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 1 a പ്ലസ് ബി ഹോൾ സ്ക്വയർ, a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ അല്ലേ. എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 1 വരും, പ്ലസ് b ഇൻറ്റു എസ് പ്ലസ് 1 പ്ലസ് എന്താണ് c. സോ S+2 = ഓപ്പൺ ചെയ്താൽ as സ്ക്വയർ പ്ലസ് 2as പ്ലസ് a പ്ലസ് bs പ്ലസ് b പ്ലസ് c. സോ S+2 = as സ്ക്വയർ പ്ലസ് ഇവിടെ 2as ഉണ്ട്, bs ഉണ്ട്. അപ്പോൾ 2a പ്ലസ് b ഇൻറ്റു എസ് എന്ന് എഴുതാം. ബാക്കി കോൺസ്റ്റന്റ് ഒരു a പ്ലസ് b പ്ലസ് c അല്ലേ. ഇവിടെ ഒരു a കോൺസ്റ്റന്റ് ഉണ്ട്, ഇവിടെ ഒരു b കോൺസ്റ്റന്റ് ഉണ്ട്, പ്ലസ് c. ഇത്രയുമാണ് കോൺസ്റ്റന്റുകൾ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, എസ് സ്ക്വയറിന്റെ കോയിഫിഷ്യന്റ് ഇക്വേറ്റ് ചെയ്യാം. ഇക്വേറ്റിംഗ് കോയിഫിഷ്യന്റ് ഓഫ് എസ് സ്ക്വയറിന്റെ കോയിഫിഷ്യന്റുകൾ ഇക്വേറ്റ് ചെയ്താൽ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ എസ് സ്ക്വയറിന്റെ കോയിഫിഷ്യന്റ് 0 ആണ്, റൈറ്റ് സൈഡിൽ കോയിഫിഷ്യന്റ് a ആണ്. അപ്പോൾ a = 0 എന്നുള്ളൊരു ഇക്വേഷൻ കിട്ടും. ശരിക്കും ആക്ച്വലി ഇവിടെ 0s² ഉണ്ട്. ഓക്കെ, 0s². അപ്പോൾ കോയിഫിഷ്യന്റ് ഇക്വേറ്റ് ചെയ്താൽ a = 0. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എസ് സ്ക്വയറിന്റെ കോയിഫിഷ്യന്റ് ഇക്വേറ്റ് ചെയ്താൽ എയുടെ വാല്യൂ 0 കിട്ടും. ഇനി അടുത്ത എസിന്റെ കോയിഫിഷ്യന്റ് ഇക്വേറ്റ് ചെയ്യാം. ഇക്വേറ്റിംഗ് കോയിഫിഷ്യന്റ് ഓഫ് എസിന്റെ കോയിഫിഷ്യന്റ് ഇക്വേറ്റ് ചെയ്യാം. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ എസിന്റെ കോയിഫിഷ്യന്റ് 1 ആണ്. 1 = ഇവിടെ റൈറ്റ് സൈഡിൽ എസിന്റെ കോയിഫിഷ്യന്റ് 2a പ്ലസ് b. ഓക്കെ, അപ്പോൾ അതിനകത്ത് എയുടെ വാല്യൂ നമുക്കറിയാം, എയുടെ വാല്യൂ 0 ആണ്. അപ്പം ഈ കാണുന്ന ടേം 1 = 0 പ്ലസ് b എന്ന് വരും. എ വാല്യൂ 0 കൊടുത്താൽ അവിടുന്ന് ബിയുടെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും, 1 കിട്ടും. ഓക്കെ ആണോ? ബിയുടെ വാല്യൂ എന്താണ്, 1. ഇനി കോൺസ്റ്റന്റുകളെ ഇക്വേറ്റ് ചെയ്യാം. ഇക്വേറ്റിംഗ് കോൺസ്റ്റന്റുകളെ ഇക്വേറ്റ് ചെയ്താൽ എന്താണ് വരിക നോക്കിയേ. ലെഫ്റ്റ് സൈഡിലെ കോൺസ്റ്റന്റ് ആരാ, ലെഫ്റ്റ് സൈഡിലെ കോൺസ്റ്റന്റ് 2 ആണ് അല്ലെ. 2 = റൈറ്റ് സൈഡിലെ കോൺസ്റ്റന്റ് ആരാണ്, a പ്ലസ് b പ്ലസ് c. അതിൽ 2 വാല്യൂസ് കിട്ടി നമുക്ക്. എയുടെ വാല്യൂ 0, ബിയുടെ വാല്യൂ 1 കൊടുക്കുക. 2 = എയുടെ വാല്യൂ 0, ബിയുടെ വാല്യൂ 1 പ്ലസ് c. അതായത് 2 = 1 പ്ലസ് c, c = 2 - 1, c = 1. സോ സിയുടെ വാല്യൂ നമുക്ക് എന്താണ് കിട്ടുന്നത്, 1 ആണ് കിട്ടുന്നത്. അപ്പം എയുടെ വാല്യൂ 0, ബിയുടെ വാല്യൂ 1, സിയുടെ വാല്യൂ 1. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂ നമ്മുടെ കീ ഇക്വേഷനകത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എന്നിട്ട് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എടുത്താണ് ഫൈനൽ സൊല്യൂഷൻ എഴുതുന്നത്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് ബാക്കി പരിപാടി നോക്കാം. സോ അപ്പോൾ നമ്മുടെ എ വാല്യൂ 0, ബി വാല്യൂ 1, സി വാല്യൂ 1 ആണ്. സോ L of I എന്ന് പറയുന്നത് S+2 / S+1 ക്യൂബ്. ഇതിനെ പാർഷ്യൽ ഫ്രാക്ഷൻ നമ്മൾ എങ്ങനെ എഴുതിയേ, a/s+1 പ്ലസ് b/s+1 സ്ക്വയർ പ്ലസ് c/s+1 ക്യൂബ്. ഇങ്ങനെയായിരുന്നു നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നത്. ഇവിടേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഈ കാണുന്ന വാല്യൂസ് ഇങ്ങടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സോ L of Y = എയുടെ വാല്യൂ 0 ആയതുകൊണ്ട് കൊടുക്കണ്ട, ബിയുടെ വാല്യൂ 1/s+1 സ്ക്വയർ എന്ന് വരും, പ്ലസ് സിയുടെ വാല്യൂ 1 ആണ് /s+1 ക്യൂബ്. ഓക്കെ ആണല്ലോ. സോ ഇനി ഇവിടുന്ന് നമുക്ക് ഫൈനൽ സൊല്യൂഷൻ എഴുതണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കണം അല്ലേ. ടേക്കിംഗ്
എന്താണ് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓൺ ബോത്ത് സൈഡ്സ്. രണ്ട് സൈഡിലും നമ്മൾ എന്തെടുക്കുന്നു? ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കുന്നു. ഓക്കെ, സോ എൽ ഇൻവേഴ്സ് ഓഫ് എൽ എന്നുള്ളത് y തന്നെ വരും. ഇനി എൽ ഇൻവേഴ്സ് ഓഫ് 1/s+1 സ്ക്വയർ പ്ലസ് എൽ ഇൻവേഴ്സ് ഓഫ് 1/s+1 ക്യൂബ്. പറഞ്ഞേ, ആൻസർ പറഞ്ഞേ. എന്താണ്? ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറത്തിന്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം വെച്ചിട്ടാണ് ഇതിന്റെ ആൻസർ എഴുതേണ്ടത് അല്ലേ? ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറത്തിന്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓർമ്മയുണ്ടോ? ഇവിടെ s+1 ആക്കി ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം s+1 ഷിഫ്റ്റ് ചെയ്യുമ്പം e⁻t വരും. ഇനി s+1 എന്നുള്ള ഷിഫ്റ്റിംഗ് ഒഴിവാക്കിയാൽ 1/s² ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണ്? t ആണ്. ഓക്കെ, പ്ലസ് s+1 ഷിഫ്റ്റിംഗ് ഉള്ളതുകൊണ്ട് e⁻t വരും. 1/t³ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണ് വരിക? എൽ ഇൻവേഴ്സ് ഓഫ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് t⁻n എന്ന് പറയുന്നത് n⁻s⁻n+1 ആയിരുന്നു. സോ എൽ ഇൻവേഴ്സ് ഓഫ് 1/s⁻n+1 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. t⁻n ഡിവൈഡഡ് ബൈ n⁻. അപ്പോൾ എൽ ഇൻവേഴ്സ് ഓഫ് 1/s⁻n ആണെങ്കിൽ t⁻n−1/n−1 ഇങ്ങനെ ഒരു ഫോർമുല പഠിച്ച ഓർമ്മയുണ്ടോ മക്കളെ? എൽ ഇൻവേഴ്സ് ഓഫ് 1/s⁻n t⁻n−1/n−1. അപ്പോൾ ഇവിടെ ഷിഫ്റ്റിംഗ് പോയി കഴിഞ്ഞാൽ s+1 ഷിഫ്റ്റിംഗ് പോയാൽ e⁻t ആയി, ബാക്കി 1/s³. ഇപ്പോൾ 1/s³ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എൽ ഇൻവേഴ്സ് ഓഫ് 1/s³ വന്നാൽ t⁻3−1 2/3−1 എന്ന് പറഞ്ഞാൽ 2 എന്താണ്? 2. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. സോ ഈ രണ്ട് ടേംസിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? e⁻t ഇങ്ങോട്ട് ഔട്ട് സൈഡ് എടുക്കാം. ബാക്കി t+t²/2 എന്നൊക്കെ വേണമെങ്കിൽ ഇടാം. ആവശ്യമില്ല, ഇങ്ങനെ ഒന്നും ഇട്ടെന്ന് പറഞ്ഞ പ്രശ്നങ്ങളൊന്നുമില്ല. സോ ദിസ് ഇസ് ദ ഫൈനൽ ആൻസർ. e⁻t പുറത്തെഴുതിയാൽ t+t² വേണമെങ്കിൽ ഇത് ക്രോസ് ചെയ്ത് 2t+t²² എന്നൊക്കെ ആക്കാം. ആവശ്യമൊന്നുമില്ല, ഇവിടെ വരെ എഴുതിയാൽ തന്നെ ഫുൾ മാർക്ക് അഷ്വേർഡ് ആണ്. ഓക്കെ, പടിവാതിലി വരെ വന്നിട്ട് കല ഉടക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് നമ്മളെവിടെ പഠിച്ചു? അതാണ് ആദ്യമേ തൊട്ട് നല്ല സ്ട്രെങ്ത്തിൽ മുന്നോട്ട് വരണമെന്ന് പറയുന്നതിൻ്റെ പ്രധാന കാരണം അതാണ്. നമ്മൾ ഓരോ വീഡിയോയും കണ്ട് അത് നന്നായിട്ട് ഉൾക്കൊള്ളണം, നന്നായിട്ട് പഠിക്കണം. ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം പഠിച്ചു. ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറത്തിന്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം പഠിച്ചിട്ടുണ്ട്, ശരിയല്ലേ? ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഫോർ ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം. അത് വെച്ചിട്ടായിരിക്കും മിക്കവാറും ഫൈനലി ആൻസർ എഴുതേണ്ടി വരിക. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചതാണ്. ഓക്കെ, നന്നായിട്ട് പഠിക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. യൂണിവേഴ്സിറ്റി എക്സാമിന് പാർട്ട് എയിൽ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അവിടെ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. പാർട്ട് എയിലെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ചെറിയ ക്വസ്റ്റ്യൻ ആയിരിക്കും, ഒബ്വിയസ്ലി ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്. സോൾവ് y ഡബിൾ ഡാഷ് പ്ലസ് 4y ഇസ് ഈക്വൽ ടു del ഓഫ് t. y ഓഫ് 0 0 ആണ്, y ഡാഷ് ഓഫ് 0 എന്ന് പറയുന്നത് 0 ആണ്. നോക്കണേ എങ്ങനെയാണ് സോൾവ് ചെയ്യുക. സോൾവ് യൂസിങ് LT ആണ് കേട്ടോ. ക്വസ്റ്റ്യനിൽ അവർ എടുത്ത് പറയുന്നുണ്ടാവും സോൾവ് യൂസിങ് ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ്. യൂസിങ് LT സോൾവ്. നോക്കണേ, അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്കറിയാം, ടേക്കിംഗ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓൺ ബോത്ത് സൈഡ്സ് ആണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. രണ്ട് സൈഡിലും നമ്മൾ എന്ത് ചെയ്യുന്നു? ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കുന്നു. അപ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് y ഡബിൾ ഡാഷ് പ്ലസ് 4 ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് y ഈക്വൽ ടു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് del ഓഫ് t. ഇതാണ് നമ്മൾ അറിയേണ്ടത്. del ഓഫ് t എന്ന് പറയുന്നത് യൂണിറ്റ് ഇമ്പൾസ് ഫംഗ്ഷൻ ആണ്. നമുക്കറിയാം ഇമ്പൾസ് ഫംഗ്ഷൻ അഥവാ ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ, അതിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. del ഓഫ് t-യുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് എന്തെന്ന് പറയുന്നത്? e⁻−as എന്ന് പറയുന്നത്, ശരിയല്ലേ? അപ്പോൾ ഇവിടെ ഈ കാണുന്ന a വാല്യൂ 0 ആയി കഴിഞ്ഞാൽ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് del ഓഫ് t കിട്ടും, ശരിയാണല്ലോ? a വാല്യൂ 0 ആയി കഴിഞ്ഞാൽ ബാക്കി ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് del ഓഫ് t ആണ്. അപ്പോൾ ഇവിടെ a ക്ക് 0 കൊടുക്കുക, അല്ലേ? a ക്ക് 0 കൊടുക്കുക, e⁻−0s, അതായത് e⁻0 എന്ന് വരും. ദാറ്റ്സ് ഈക്വൽ ടു 1. സോ del ഓഫ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണ്? 1 ആണ്. ഓർത്ത് വെച്ചോളൂ, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് del ഓഫ് t-a ആണ് e⁻−as. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് del ഓഫ് t എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 ആണ്. നോക്കണേ, സോ y ഡബിൾ ഡാഷിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം s² ഇൻറ്റു L ഓഫ് y
മൈനസ് എസ് ഇൻറ്റു വൈ ഓഫ് 0 മൈനസ് വൈ ഡാഷ് ഓഫ് 0 പ്ലസ് 4 ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് വൈ ഇസ് ഈക്വൽ ടു ഡെൽ ഓഫ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ത് വരും? 1 വരും. ശരിയാണല്ലോ. സോ ഇനി വൈ ഓഫ് 0 0 ആണ്, അപ്പോൾ ഈ ടേം 0 ആയിപ്പോയി. വൈ ഡാഷ് ഓഫ് 0 0 ആയതുകൊണ്ട് ഈ ടേമും 0 ആയിപ്പോയി. ബാക്കി എസ് സ്ക്വയർ ഇൻറ്റു എൽ ഓഫ് വൈ പ്ലസ് 4 ഇൻറ്റു എൽ ഓഫ് വൈ ഇസ് ഈക്വൽ ടു 1. ഇവിടെ നമുക്ക് എന്താ ഔട്ട്സൈഡ് എടുക്കാം? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് വൈ നമുക്ക് ഇങ്ങോട്ട് പുറത്തെടുക്കാം. ബാക്കി എന്തുണ്ടാവും? എസ് സ്ക്വയർ പ്ലസ് 4 ഇസ് ഈക്വൽ ടു 1. അവിടുന്ന് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് വൈ ഇസ് ഈക്വൽ ടു 1 ബൈ എസ് സ്ക്വയർ പ്ലസ് 4 എന്ന് വരും. ശരിയല്ലേ? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് വൈ ഇസ് ഈക്വൽ ടു 1 ബൈ എസ് സ്ക്വയർ പ്ലസ് 4. അപ്പോൾ ഇതിനെ 1 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4നെ 2 സ്ക്വയർ എന്ന് എഴുതാം. ടേക്കിംഗ് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓൺ ബോത്ത് സൈഡ്സ്. ടേക്കിംഗ് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം. ILT എടുത്താൽ എന്താണ് വരിക? എൽ ഓഫ് വൈയുടെ ഇൻവേഴ്സ് എടുത്താൽ വൈ കിട്ടും, അല്ലെ? വൈ ഓഫ് ടി കിട്ടും. ദാറ്റ്സ് ഈക്വൽ ടു എൽ ഇൻവേഴ്സ് ഓഫ് 1 ബൈ എസ് സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ. സോ വൈ ഓഫ് ടി ഇസ് ഈക്വൽ ടു 1 ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയറുടെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണ്? സൈൻ 80 ബൈ എ, അല്ലെ? സൈൻ 2t ഡിവൈഡഡ് ബൈ 2. സോ ദിസ് ഈസ് ദ ആൻസർ. സൈൻ 2t ഡിവൈഡഡ് ബൈ 2 ആണ് നമ്മുടെ ഫൈനൽ ആൻസർ വരിക. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നോക്കിയോളൂ. യൂസിങ് ലാപ്ലേസ് ട്രാൻസ്ഫോം സോൾവ് dy by dt പ്ലസ് 0.4 y is equal to 3 e raised to minus t y of 0 is equal to 5 എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. നോക്കുക. സോ ആദ്യം നമ്മൾ എന്താ എടുക്കണ്ടേ? ടേക്കിംഗ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓൺ ബോത്ത് സൈഡ്സ്. dy by dt എന്ന് പറഞ്ഞാൽ y ഡാഷ് ആണെന്നറിയാം. പ്ലസ് 0.4 y is equal to 3 e raised to minus t. ഓക്കെ, നൊട്ടേഷൻസ് എല്ലാം നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിൽ പരിചയപ്പെട്ടതാണ്. y ഡാഷ് എന്ന് പറയുന്നത് തന്നെയാണ് dy by dt എന്ന് പറയുന്നത്. അതിനെയാണ് dy എന്ന് പറയുന്നത്. അത് തന്നെയാണ് y1 എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ പല നൊട്ടേഷൻസ് ഉണ്ട്. ഇതെല്ലാം സൂചിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. y ഡബിൾ ഡാഷ് തന്നെയാണ് ടി സ്ക്വയർ വൈ ബൈ ഡി ടി സ്ക്വയർ. അത് തന്നെയാണ് ഡി സ്ക്വയർ വൈ. അത് തന്നെയാണ് y2. ഇതിലേത് നൊട്ടേഷൻ വന്നാലും ചെയ്യാൻ പറ്റണം. ഓക്കെ, എല്ലാം ഒന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത് നമുക്കറിയാം. ഓക്കെ, അപ്പം ടേക്കിംഗ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓൺ ബോത്ത് സൈഡ്സ്. ടേക്കിംഗ് LT ഓൺ ബോത്ത് സൈഡ്സ്. രണ്ട് സൈഡിലും ലാപ്ലേസ് ട്രാൻസ്ഫോം എടുത്താൽ എന്താണ് വരിക? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് y ഡാഷ് പ്ലസ് 0.4 ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് y ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് e റൈസ് ടു മൈനസ് ടി. y ഡാഷിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം s ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് y മൈനസ് y ഓഫ് 0 പ്ലസ് 0.4 ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് y ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം 1 ബൈ എസ് പ്ലസ് 1. ഓക്കെ, അതിനകത്ത് y ഓഫ് 0ക്ക് പകരം 5 കൊടുക്കാം. ബാക്കി s ഇൻറ്റു എൽ ഓഫ് y ഉണ്ട്, പ്ലസ് 0.4 ഇൻറ്റു എൽ ഓഫ് y ഉണ്ട്, 3 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 1 ഉണ്ട്. y ഓഫ് 0 5 ആണ്. മൈനസ് 5 അപ്പുറം പോയാൽ എന്താവും? പ്ലസ് 5 ആവും. സോ 3 പ്ലസ് 5 ഇൻറ്റു എസ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 1, മെത്തേഡ് ഓഫ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. 3 പ്ലസ് 5s plus 5 divided by s plus 1. So this is equal to 5s plus 8 divided by s plus 1. ഇവിടുന്ന് എൽ ഓഫ് ഐ പുറത്തെടുത്താൽ ബാക്കി എസ് പ്ലസ് 0.4. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് എൽ ഓഫ് ഐ കണ്ടുപിടിക്കണമെങ്കിൽ എസ് പ്ലസ് 0.4 അപ്പുറം കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ശരിയാണല്ലോ? എൽ ഓഫ് ഐ ഇസ് ഈക്വൽ ടു 5s പ്ലസ് 8 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 1 ഇൻറ്റു എസ് പ്ലസ് 0.4. ഇവിടെ നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്ത് ചെയ്യണം? പാർഷ്യൽ ഫ്രാക്ഷൻ പരിപാടി ചെയ്യണം, അല്ലെ? 5s പ്ലസ് 8 ബൈ എസ് പ്ലസ് 1 ഇൻറ്റു എസ് പ്ലസ് 0.4 നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യണം. എന്നിട്ട് ബാക്കി നോക്കാം. സോ അപ്പോൾ നമ്മുടെ 5s പ്ലസ് 8 ബൈ എസ് പ്ലസ് 1 ഇൻറ്റു എസ് പ്ലസ് 0.4 അതെങ്ങനെ എഴുതാൻ പറ്റും നമുക്ക്? 5s പ്ലസ് 8 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 1 ഇൻറ്റു എസ് പ്ലസ് 0.4 ഇസ് ഈക്വൽ ടു എന്ത് വരും? a by s plus 1 plus b divided by s plus 0.4. ഓക്കെ, സോ നമുക്ക് റൈറ്റ് സൈഡ് ക്രോസ് ചെയ്താൽ പെട്ടെന്ന് കട്ട് ചെയ്ത് ഒരു ഫോം ആക്കാം. a ഇൻറ്റു എസ് പ്ലസ് 0.4 പ്ലസ് ബി ഇൻറ്റു എസ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 1 ഇൻറ്റു എസ് പ്ലസ് 0.4. ക്രോസ് ചെയ്താൽ എങ്ങനെ വരും?
ക്രോസ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ എസ് പ്ലസ് 1 0.4 കട്ട് ചെയ്യാം. ബാക്കി എന്തുണ്ടാവും? 5s + 8 is equal to a into s plus 0.4 plus b into s plus 1. ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഡിനോമിനേറ്റർ കൊണ്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ മൊത്തത്തിൽ മൾട്ടിപ്ലൈ ചെയ്താലും സെയിം സാധനം തന്നെയാണ് കിട്ടുക. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള ടൈപ്പാണിത്. എസിന് -0.4 കൊടുത്താൽ എ കട്ടായിട്ട് ബി കിട്ടും, എസിന് -1 കൊടുത്താൽ ബി കട്ടായിട്ട് എ കിട്ടും അല്ലേ. അപ്പം പുട്ട് എസ് ഇസ് ഈക്വൽ ടു -1. അപ്പം 5 into -1 plus 8 is equal to, ഇവിടെ കൊടുക്കണ്ട, അത് 0 ആവും. ബാക്കി -1 plus 0.4. ഓക്കെ, അതായത് -5 plus 8 is equal to a into -0.6. 8ൽ നിന്ന് 5 കുറച്ചാൽ എത്രയാണ്? 3 is equal to a into -0.6. a is equal to -3/0.6 is equal to -30/6 is equal to -5. അപ്പോൾ എയുടെ വാല്യൂ എത്രയാണ്? -5. ക്ലിയർ? ഇനി എന്ത് ചെയ്യുക? എസിന് പകരം -0.4 കൊടുത്താൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ബി കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. പുട്ട് എസ് ഇസ് ഈക്വൽ ടു -0.4. -0.4 plus 0.4 0 ആവും. അപ്പോൾ ഇവിടുന്ന് ബി കിട്ടും. സോ 5 into -0.4 plus 8 is equal to b into -0.4 plus 1. ശരിയല്ലേടോ? 5 into -0.4 plus 8. ഇപ്പം ഇവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. -0.4 plus 0.4 0 ആവും. b into -0.4 plus 1 എന്താണ്? -2 വരും അല്ലേ. i 4 20, ഒരു 0 ഒഴിവാക്കി കഴിഞ്ഞാൽ -2 വരും. പ്ലസ് 8 is equal to b into 0.6, അതായത് 0.6 b എന്ന് വരും. 1ൽ നിന്ന് 0.4 കുറച്ചാൽ 0.6 b. ഓക്കെ, സോ 8ൽ നിന്ന് 2 കുറച്ചാൽ 6 is equal to 0.6 b എന്ന് വരും. അവിടുന്ന് b is equal to 6 divided by 0.6 into 10/10, 60 divided by 6 is equal to 10. ഓക്കെ ആണല്ലോ. അപ്പോൾ എയുടെ വാല്യൂ -5ഉം ബിയുടെ വാല്യൂ എന്താണ് വരിക? 10 ആണ് നമുക്ക് ആൻസർ കിട്ടുക. സോ ഇനി എയും ബിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ബേസിക് ആയിട്ടുള്ള ഫോർമുല എഴുതിയിട്ട് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കണം. ഓക്കെ, സോ അപ്പോൾ നമ്മുടെ സ്റ്റെപ്പ് ഇങ്ങനെയായിരുന്നു. y of s is equal to, നമുക്ക് എന്താ കിട്ടിയത്? 5s plus 8 divided by s plus 1 into s plus 0.4. ഇങ്ങനെയായിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇതിൽ പാർഷ്യൽ ഫ്രാക്ഷൻ കൊടുത്തിരിക്കുകയായിരുന്നു നമ്മൾ a by s plus 1. ആ എക്ക് പകരം -5 by s plus 1 പ്ലസ് ബിക്ക് പകരം 10 by s plus 0.4. ഓക്കെ, അപ്പം ഇതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കുക. y of s ന്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എടുത്താൽ y of t കിട്ടും. ദിസ് ഈസ് ഈക്വൽ ടു -5 into L inverse of 1 by s plus 1 plus 10 into L inverse of 1 by s plus 0.4. So this is equal to -5 into 1 by s plus 1 in inverse Laplace transform e raised to -t. ശരിയല്ലേ? പ്ലസ് 10 into 1 by s plus 0.4 ഉണ്ടത് e raised to -0.4t. ഓക്കെ ആണോ നോക്കണേ? -5 e raised to t പ്ലസ് 10 into e raised to -0.4t എന്നുള്ളതാണ് നമ്മുടെ ആൻസർ വരിക. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ ഇത്രയുമാണ് നമുക്ക് പ്രധാനമായിട്ടും ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് സൊല്യൂഷൻ ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ യൂസിങ് ലാപ്ലേസ് ട്രാൻസ്ഫോമിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. സോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് സിലബസ് പ്രകാരം ഒരേ ഒരു ടോപ്പിക് കൂടെയാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. കൺവല്യൂഷൻ എന്നുള്ള ടോപ്പിക്കാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കൺവല്യൂഷൻ തിയറം പരിചയപ്പെടാം. കൺവല്യൂഷൻ തിയറം കൂടെ കഴിയുമ്പോൾ ഈ ഒരു മൊഡ്യൂൾ നമുക്ക് കംപ്ലീറ്റ് ആവും. അതിനുശേഷം നമുക്ക് നമ്മുടെ 4th മൊഡ്യൂൾ ഫോറിയർ സീരീസിലേക്ക് നമുക്ക് പ്രവേശിക്കാം. Until then, tata, bye bye, see you.